സെബാസ്റ്റ്യൻ. നമ്മൾ Ada24/7 നിങ്ങൾക്കായി ഒരു പുതിയ കോഴ്സുമായിട്ട് വരികയാണ്. KS Prelims 2022. 2022 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ഒരു സുവർണ അവസരം. നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങാൻ പോവാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത ഇതാണ്: വിദഗ്ധരായ അധ്യാപക പാനൽ, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, പൂർണ്ണമായും സിലബസ് ഓറിയന്റഡ് ആയ ക്ലാസുകൾ, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കോൺസെപ്റ്റുകളുടെയും ക്ലാസുകൾ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, PDF നോട്ട്സ് ആൻഡ് വാട്ട് നോട്ട്. അപ്പോ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിജയം നമുക്കുള്ളതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. വെൽക്കം ടു Ada24/7 മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോർണിംഗ് സെഷൻ ദ ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 24th November 2021. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിട്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, പ്രസന്റ് ആണല്ലോ എല്ലാവരും? ഓൾ റൈറ്റ്, ഗ്രേറ്റ് ഗ്രേറ്റ്. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന പോലെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയുന്നു. അതിനുശേഷം നേരെ നമ്മൾ അവിടുത്തെ ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ആർട്ടിക്കിൾ അനലൈസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ. എന്നിട്ട് ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യനും തരുന്നു. എന്നും അപ്പോൾ ഒരു ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിനെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, റീഡിംഗ് സ്കിൽസ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ബാങ്ക് എക്സാം ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, റീഡിംഗ് സ്കിൽസ് അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഗ്രാമർ ആൻഡ് വൊക്കാബ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുടെ കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ടെസ്റ്റ് സീരീസുകൾക്കും, ബുക്സിനും ഈ ബുക്സിനും 15% ഡിസ്കൗണ്ടും, മറ്റു വീഡിയോ ക്ലാസ്സുകൾക്കും എല്ലാം എല്ലാ കോഴ്സുകൾക്കും 12% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. Ada24/7 ആപ്പിലൂടെ നിങ്ങൾക്ക് കയറാം, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കയറാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. Y314 എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ +2 മെയിൻസിൻ്റെ ബാച്ച് നമ്മൾ വരുന്നുണ്ട്, 30-ാം തീയതി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ KTETൻ്റെ ബാച്ച് വരുന്നുണ്ട് ഡിസംബറിൽ. അതുകൂടാതെ KSൻ്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഭാഗമാകുക, ബി എ പാർട്ട് ഓഫ് us ആൻഡ് ബി റെഗുലർ ഇൻ സ്റ്റഡീസ്. കറക്റ്റായിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുക ആൻഡ് പ്രാക്ടീസ് വെൽ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്, ഇറ്റ് മാറ്റേഴ്സ് വാട്ട് യു ആർ ഡൂയിങ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്ന മെസ്സേജ് ഇതാണ്: പലരും നമ്മൾ മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ചിന്ത. നമ്മളെല്ലാവരും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് താല്പര്യം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എപ്പോഴും നോക്കുന്നില്ല. സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് സെഷൻ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന 2 ആർട്ടിക്കിൾ ഇന്ന് നമുക്കുണ്ട് കേട്ടോ. ഒന്ന് US India ടൈസിനെ പറ്റി, ഇന്ത്യയും US തമ്മിലുള്ള എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരെണ്ണം ഉണ്ട്. അതല്ലാതെ നമ്മുടെ വേറൊരു ആർട്ടിക്കിൾ കൂടെ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു എന്താണ്, മിലിറ്ററി കൂപ്പിൻ്റെ ഒക്കെ ആയിട്ടുള്ളത് ഇന്റർനാഷണൽ തന്നെയാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് നോക്കുക, വായിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടൈസിനെ പറ്റിയുള്ള ഇതാണ് കേട്ടോ, ചർച്ചയെ പറ്റിയുള്ളൊക്കെ ഒരു ആർട്ടിക്കിളാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഓഫ് ടുഡേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് ആൻഡ് എ ഹാപ്പി മോർണിംഗ്. ഓൾ റൈറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഇനി താമസിപ്പിക്കുന്നില്ല, നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സീൽ ദ ഡീൽ. നോക്കുക, ഒരു ഡീല് സീൽ ചെയ്യാം. സോ യു നോ വാട്ട് ഇറ്റ് ഇസ്. ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡീൽ ആയിക്കോട്ടെ, എനി ഡീൽ. ഒരു ഡീല് നമ്മൾ സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ, സീൽ ചെയ്യാൻ മീൻസ് നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മൾ ഈ സ്റ്റാമ്പൊക്കെ വെക്കുക എന്ന് പറയില്ലേ. സോ ദാറ്റ് മീൻസ് ഒഫീഷ്യലാണ് എന്നുള്ള അർത്ഥമാണ്. സോ സീൽ ദ ഡീൽ എന്ന് പറഞ്ഞാൽ മേക്ക് എൻ എഗ്രിമെന്റ് ഒഫീഷ്യൽ. ഒരു എഗ്രിമെന്റ് നമ്മൾ ചെയ്യുന്നു, അത് നമ്മൾ ഒഫീഷ്യൽ ആക്കുക. ദാറ്റ് ഇസ് വാട്ട് സീൽ ദ ഡീൽ. അപ്പോൾ ഇഡിയം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഇഡിയമാണ്, ഓർത്ത് വെച്ചോണം. സീൽ ദ ഡീൽ എന്ന ഇഡിയം കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പോൾ ഓർത്ത് വെച്ചോണം, സീൽ ദ ഡീൽ മീൻസ് മേക്ക് എൻ എഗ്രിമെന്റ് ഒഫീഷ്യൽ ആക്കുക. ഓൾ റൈറ്റ്, ഐ സീൽഡ് ദ ഡീൽ എന്ന് പറഞ്ഞാൽ ഓക്കെ. വാട്ട് അബൌട്ട് യുവർ ബിസിനസ്, വാട്ട് അബൌട്ട് യുവർ ബിസിനസ്, വി സീൽ ദ ഡീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആക്കി, ഒഫീഷ്യൽ ആക്കിയത് എന്നുള്ളതാണ് കേട്ടോ. സോ മേക്ക് ഷുവർ ദാറ്റ് you use it regularly or frame the sentences
അപ്പോൾ സെന്റൻസ് പോരട്ടെ. അടുത്ത നോക്കിയോ, ഷട്ട് ദ ഡോർ ഓൺ സംതിങ്. ഷട്ട് ദ ഡോർ ഓൺ സംതിങ് മലയാളത്തിലുമുള്ള ഒരു ഇഡിയമായത്. ഷട്ട് ദ ഡോർ ഓൺ സംതിങ് അല്ലെ, ഭാഗ്യദേവത കയറി വരുമ്പോൾ വാതിലടക്കല്ലേ എന്ന് പറയില്ലേ. സോ ഷട്ട് ദ ഡോർ ഓൺ സംതിങ് മീൻസ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ സംതിങ് ടു ഹാപ്പൻ. എന്തെങ്കിലും ഒരു കാര്യം നടക്കാനിരിക്കുന്നതിനെ നമ്മൾ അതിനെ നടക്കാൻ സമ്മതിക്കാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഷട്ട് ദ ഡോർ ഓൺ സംതിങ് മീൻസ്. ഓക്കെ, അപ്പോൾ നമുക്കതറിയാം മലയാളത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ, വാതിലടച്ച് കളയാം. വാതിലടച്ച് കളയാന്ന് പറയുമ്പോൾ തന്നെ യു ആർ ബ്ലോക്കിംഗ് സംതിങ് അല്ലേ, യു ആർ ബ്ലോക്കിംഗ് ഇറ്റ് അല്ലെ, യു ആർ ഹിൻഡറിങ് ഇറ്റ് അല്ലേ, അതാണ്. സോ ഷട്ട് ദ ഡോർ ഓൺ സംതിങ് മറക്കണ്ട. ഷട്ട് ദ ഡോർ ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ സംതിങ് ടു ഹാപ്പൻ എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ മേക്ക് സം സെന്റൻസസ്. ക്ലിയർ ആയിട്ട് സെന്റൻസ് പോരട്ടെ, ഇല്ലേ പിന്നെ അവസാനം നിങ്ങൾ എല്ലാ സെന്റൻസ് ഉണ്ടാക്കി നമുക്ക് നോക്കണ്ടേ. സോ ഗിവ് മീ യുവർ സെന്റൻസസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബീങ് കോൾഡ് ടു സംതിങ് ഓർ സംബഡി. ഒരാളോട് നമ്മൾ വളരെ കോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തോട് നമ്മൾ കോൾഡായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഇൻഡിഫറൻസ് കാണിക്കുക എന്നൊക്കെ പറയും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഷോയിങ് ഡിസ്ഇൻട്രസ്റ്റ് ടുവേർഡ്സ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ഒരു താല്പര്യമൊന്നുമില്ല, അപ്പൊ നമ്മൾ ആ താല്പര്യമില്ലായ്മ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ബീങ് കോൾഡ് ടു സംതിങ്. നമുക്കറിയാം കോൾഡ് എന്ന വാക്കിന്റെ അർത്ഥമേ നിങ്ങൾക്കറിയാം അല്ലെ. തണുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഫ്രീസ്, ഫ്രോസൺ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ അർത്ഥം? മരച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അതായത് ഒന്നും നടക്കുന്നില്ല, നത്തിങ് ഈസ് ഹാപ്പനിങ്, എവറിഥിങ് ഈസ് ഇനാക്റ്റീവ്. ആ ഒരു സ്റ്റേജ് ആണ് കോൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. കോൾഡ് സ്റ്റേജ് എന്ന് എവിടെ കേട്ടാലും ഓർത്ത ദാറ്റ് മീൻസ് സംതിങ് ഇനാക്റ്റീവ് ആയ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ കോൾഡ് എന്ന് പറയാം. സോ ബീങ് കോൾഡ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാതിരിക്കുക, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇൻസെൻസിറ്റീവ് ആയിക്കുക, ഇൻഡിഫറൻസ് കാണിക്കുക, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സ്ട്രൈക്ക് എ ഡീൽ, യാ. സീൽ ദ ഡീൽ, സ്ട്രൈക്ക് എ ഡീൽ, യാ ഓഫ് കോഴ്സ്, യെസ് അനി, യാ പറയാം നമുക്ക്. ഓൾറൈറ്റ്, അടുത്ത് നോക്കിക്കേ, ഇന്നെന്താ പറ്റിയേ, സെന്റൻസുകളൊന്നും പോരുന്നില്ലല്ലോ. നിങ്ങളൊരു ഉഷാർ കാണിക്കാത്ത എന്താ? ഷോ മീ സം വിഗർ, ഷോ മീ സം എനർജി. ഓക്കെ, മോർണിംഗ് ആയിട്ട് രാവിലെ ഒരു സുഖമില്ല, ചായ ഒന്നും കുടിച്ചില്ലേ? അടുത്ത് നോക്കിക്കേ, സ്റ്റിയർ അവേ ഫ്രം സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് സ്റ്റിയർ അവേ. സ്റ്റിയർ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരെ അല്ലേ. സ്റ്റിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ബോട്ടൊക്കെയാണ് സ്റ്റിയർ ചെയ്യുക. വണ്ടി നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുക, ബസ് ട്രക്കൊക്കെ ഡ്രൈവ് ചെയ്യുക എന്ന് പറയും, ബൈക്കൊക്കെ റൈഡ് ചെയ്യുക എന്ന് പറയും, ബൈസിക്കിൾ റൈഡ് ചെയ്യുക, ഹോഴ്സ് റൈഡ് ചെയ്യുക, അങ്ങനെയുള്ള പറയില്ല ബാലൻസ് ചെയ്യുന്ന സംഭവം. സ്റ്റിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ ആ ഡിറക്ഷൻ ഒന്ന് ആകെ ദിശ മാത്രം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. സോ ഡിറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ സ്റ്റിയർ അവേ ഫ്രം സംതിങ് എന്ന് പറഞ്ഞാൽ യു ആർ അവോയ്ഡിങ് സംതിങ് ദാറ്റ് സീംസ് അൺപ്ലസന്റ്. എന്തോ മോശമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന അൺപ്ലസന്റ് ആയ ഒരു കാര്യമാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ തന്നെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം, സംതിങ് ഓർ സംബഡി അല്ലെ, ആരെങ്കിലും ഒരു ഒന്ന് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ആരെങ്കിലും കാണുമ്പോൾ ഇറ്റ്സ് അൺപ്ലസന്റ് ടു ഫേസ് ദം മീൻസ് ദെൻ യു ക്യാൻ സ്റ്റിയർ അവേ ഫ്രം ദാറ്റ് പേഴ്സൺ ഓർ സ്റ്റിയർ അവേ ഫ്രം ദാറ്റ് തിങ് ഓർ ദാറ്റ് മാറ്റർ. എന്ത് കാര്യമാണോ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുക. ദാറ്റ് ഈസ് വാട്ട് സ്റ്റിയർ അവേ ഫ്രം സംതിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ഡോണ്ട് സ്റ്റിയർ അവേ ഫ്രം യുവർ don't steer away from your lazy matter, tackle it. Lazy habit, tackle it. ലേസി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സ്റ്റിയർ അവേ ചെയ്ത് അവോയ്ഡ് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ടാക്കിൾ ദാറ്റ് സൊല്യൂഷൻ. അപ്പൊ ടാക്കിൾ ആൻഡ് ബ്രിങ് എ സൊല്യൂഷൻ ടു ഇറ്റ്. അപ്പോൾ സ്റ്റിയർ അവേ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് അൺപ്ലസന്റ് ആണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്തോ അൺപ്ലസന്റ് ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ മാറി അവോയ്ഡ് ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ സ്റ്റിയറിംഗ് അവേ ഫ്രം ദാറ്റ് തിങ് ഓർ ദാറ്റ് പേഴ്സൺ എന്ന് ഓർക്കുക. ഓൾ റൈറ്റ്, പോരട്ടെ, ഇനിയിപ്പോൾ സെന്റൻസുകളോടെയാണ്. ലെറ്റ് സീൽ ദ ഡീൽ ആൻഡ് പ്രൊസീഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് 6-lane highway. യാ, hi Srijit, good morning. China and India officially sealed the deal to amicably resolve the border dispute. Yes, India has sealed the deal with Russia on crude oil supply for the first time. എഗ്രിമെന്റ് ഇല്ലെങ്കിലും ഐഷ അയച്ചേക്കുന്ന സെന്റൻസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സെന്റൻസ് ഹാസ് കഴിഞ്ഞിട്ട് V3 ഉപയോഗിക്കുള്ളൂ. ഹാവോ ഹാസോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും V3. അപ്പോൾ ഇന്ത്യ ഹാസ് കഴിഞ്ഞിട്ട് സീൽ അല്ല, ഇന്ത്യ ഹാസ് സീൽഡ് ദ ഡീൽ കേട്ടോ. സീൽഡ്, V3 സീൽഡ് ആണ്. ദ ഗവൺമെന്റ് സീൽഡ് ദ ഡീൽ വിത്ത് ന്യൂ പൊളിറ്റിക്സ് അഗൈൻസ്റ്റ് ക്യാപിറ്റലിസം. പെട്ടെന്ന് ചോദിച്ചപ്പം ഇത് നമ്മുടെ റെഗുലർ പരിപാടിയല്ലേ ഇനി, പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡ്, എന്ത് പറ്റിയെന്ന് നല്ലൊരു ഒരു ബ്ലണ്ടായിട്ട് നിൽക്കുകയാണ് അവസ്ഥ. ദ പ്രൈം മിനിസ്റ്റർ സീൽ, സൗമ്യ സീൽ വിത്ത് ഡീൽ എന്ന് പറയുന്നത്. ദ പ്രൈം മിനിസ്റ്റർ സീൽഡ് ദ ഡീൽ വിത്ത് COP26 കോൺഫറൻസ്, അങ്ങനെ കൊടുക്കുക കേട്ടോ. COP26 ended with sealing the deal of zero emission. Yes. Okay. ഇന്ന് എല്ലാവരുടെയും എന്താ ബ്ലാങ്ക് ആണോ? Why everyone is being called to remember today? Yes, Vishnu. Why? അല്ലേ, എന്താണ് ഇത് അല്ലേ? ഇന്ന് ആകെപ്പാടെ ഇത് എന്താ എല്ലാവരും ഒരു കോൾഡ് ആയിട്ട്? Why are you behaving cold to me? Yeah, that's good. That's good sentence. The attitude of
the management makes us to steer away from the responsibilities. Okay, it's always better to steer away from negative people and situations. Great. All right. Okay, let's see next one. Okay, take something to. അപ്പോൾ ടേക്ക് ടു, ടേക്ക് ഇൻ ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിൽ ടേക്ക് ടു എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ടേക്ക് ടു എന്ന് നിങ്ങൾ കണ്ടാൽ. ഇപ്പം ടേക്കിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. ടേക്ക് എന്ന verb is a transitive verb. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ എപ്പോഴും എന്തൊരു ഒബ്ജക്റ്റ് വരും. ടേക്ക് സംബഡി ടു ഓർ ടേക്ക് സംതിങ് ടു എന്നായിരിക്കും എപ്പോഴും വരിക. ടു ടേക്ക് സംതിങ് ടു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആസ് എ ഹാബിറ്റ്. എന്നാൽ ടേക്ക് സംബഡി ടു എന്നാണെങ്കിൽ ബീങ് ഫ്രണ്ട്ലി വിത്ത് ദാറ്റ് പേഴ്സൺ, സ്റ്റാർട്ട് സ്പീക്കിംഗ് വിത്ത് ദാറ്റ് പേഴ്സൺ, ഒരാളെ ഇഷ്ടപ്പെടുക, സ്റ്റാർട്ട് ലൈക്കിങ് സം പേഴ്സൺ എന്നൊക്കെ അർത്ഥം. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ടേക്ക് സംബഡി ടു എന്നുള്ള അർത്ഥമാണെങ്കിൽ. എന്നാൽ സംതിങ് ടു എന്നാണെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആസ് എ ഹാബിറ്റ്. കേട്ടോ, നമ്മളൊരു കാര്യം ടേക്ക് സംതിങ് ടു എന്ന് പറഞ്ഞാൽ എന്തു ആയിക്കോട്ടെ, ടേക്ക് യുവർ ഹോം വർക്ക് ടു ഓർ ടേക്ക് യുവർ വർക്ക് ടു, ടേക്ക് യുവർ പ്രാക്ടീസ് ടു എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആസ് എ ഹാബിറ്റ്, നമ്മുടെ ഒരു ശീലമാക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ടേക്ക് സംബഡി ടു അല്ലെങ്കിൽ സമ്മൺ ടു എന്നുള്ള അർത്ഥമാണ് വരുന്നതെങ്കിൽ, ആ ഒരു യൂസേജ് വരുന്നെങ്കിൽ ഓർത്തോളം യു ആർ ലൈക്കിംഗ് ദാറ്റ് വി സേ അല്ലേ, നമുക്കൊരു പേഴ്സണോട് ഒരു ലൈക്ക്നെസ് തോന്നുന്നു എന്ന് പറയില്ലേ, ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ദാറ്റ് ഈസ് വാട്ട് ടേക്ക് സംബഡി ടു എന്ന് പറയാം. വ്യത്യാസം ഉണ്ടേ, ഓർത്ത് വെച്ചോണേ. ടേക്ക് സംബഡി ടു എന്ന് പറഞ്ഞാൽ സംതിങ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റിയർ അവേ ഫ്രം ടോക്സിക് ഓർ നെഗറ്റീവ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഓക്കെ, മഴയാണോ? അതുകൊണ്ടാണ് തണുത്ത് എണീറ്റിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ബെഡിലായിരിക്കും എല്ലാവരും അല്ലേ. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞു എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട മക്കളെ, വേണ്ട. Children below 12 years should steer away from watching horror movies. All right, yes. Let's seal the deal for the attendant. Great. Okay, നോക്കാം. Live up to നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും. Live up to your dreams കേട്ടില്ലേ? Live up to your dreams, live up to your goals എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് അർത്ഥം എന്താ? To be as good as what was expected or promised. നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അതായിട്ട് അത്ര നല്ല ആളായിട്ട് ജീവിക്കുക. ആസ് എ മോഡൽ യു ആർ ബിക്കമിങ് എ റോൾ മോഡൽ ടു സമ്മൺ, ഓർ യു ആർ ലിവിങ് അപ് ടു സംബഡീസ് എക്സ്പെക്ടേഷൻസ്, ഓർ യു ആർ ലിവിങ് അപ് ടു സംബഡീസ് പ്രോമിസ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഐ എം ലിവിങ് അപ് ടു മൈ ഫാദേഴ്സ് വിഷസ് എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അർത്ഥം. സോ ദാറ്റ് മീൻസ് യു ആർ ബീങ് എ ഗുഡ് പേഴ്സൺ ഓർ യു ആർ ബിക്കമിങ് ആസ് ഗുഡ് ആസ് വാട്ട് വാസ് എക്സ്പെക്ടഡ് ഫ്രോം യു. നിന്നിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് നീ, ആ ആളായി മാറുകയാണ് നീ, ആ ആളായിട്ട് നീ ജീവിക്കുന്നു ആസ് എ ഗുഡ് പേഴ്സൺ. ദാറ്റ്സ് വാട്ട് ലിവ് അപ് ടു മീൻസ്. ഓർത്ത് വെച്ചോണേ, ലിവ് അപ് ടു എന്ന് വാക്ക്. എബില് എന്താളെ കോളേജിൽ നിൽക്കുന്ന എന്നോടാണോ ഓർക്കത്തെ പറ്റി പറയുന്നത്? സോറി എബിൽ, ഐ എം സോ സോറി. ഗവൺമെന്റ് ബീങ് കോൾഡ് ടു അല്ല ഹരി, ഇങ്ങനെ കൊടുക്കണം. ഗവൺമെന്റ് ഈസ് ബീങ് കോൾഡ് ടു. ഇപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഹരി. ഗവൺമെന്റ് ഈസ് ബീങ് കോൾഡ് ടു റിഡ്യൂസിങ് ഫോസിൽ ഫ്യൂൽ ഹൈക്ക്. ഓക്കെ, ഫ്യൂൽ ഹൈക്ക്, ഫോസിൽ ഫ്യൂൽ അല്ല, ഫ്യൂൽ ഹൈക്ക്. വൈ യു ഓൾവേസ് ഷട്ട് ദ ഡോർ ഓൺ prospective matches that your parents അല്ലെ, your parents brings up. Okay, great. പേരൻസ് കഴിയുമ്പോൾ പിന്നെ ബ്രിങ്സ് അപ്പ് ഓരോ സിജി. പേരൻസ് ആ പ്ലൂറൽ, പേരൻസ് പ്ലൂറൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ പിന്നെ ബ്രിങ്സ് അപ്പ് അല്ല, ബ്രിങ് അപ്പ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മൈ പവർ ടു സ്റ്റിയർ അവേ ഫ്രം ദിസ് ഹ്യൂമിലിയേഷൻ സിറ്റുവേഷൻസ് അല്ല ശരത്, എന്ത് കൊടുക്കണം? ഹ്യൂമിലിയേറ്റഡ് സിറ്റുവേഷൻസ് അല്ലെ, ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷൻസ് കൊടുക്കാം കേട്ടോ. വെൻ സ്കൂൾ reopened, principal sealed the deal with uniform company. Yeah, I take to watch Rindu ma'am's editorial class. Yeah, session. Yes. You started it as a habit. That's great, Gina. The agent ensured to seal the deal by Friday but being called to the offer, Manu shut the door on signing it. Okay. Agent sealed the deal by Friday but being called to the offer, Manu shut the door. Okay. On signing it. Yes. It's a pity that so many of our boys take to smoking. All right, great. Live up to spot there ഉണ്ടായിരുന്നില്ലേ? Yes ഉണ്ടായിരുന്നു. Yeah ഉണ്ടായിരുന്നു. I have taken the Hindu editorial discussion to every day. Yes, great. We are living up to our parents' dream. Yeah, all right. Moving on to, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. Moving on to today's synonyms. പോവാണതിന് മുമ്പ് seal the deal ഓർത്ത് വെക്കുക, shut the door on somebody or something, being called to something or somebody, steer away from something, take something to, live up to. ഓർത്ത് വെച്ചോളാം. മൂവിങ് ഓൺ ടു ദ സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം കേട്ടോ. ലിവ് അപ് ടു റെപ്യൂട്ടേഷൻ എന്ന മീനിങ് ഉണ്ടോ? ലിവ് അപ് ടു റെപ്യൂട്ടേഷൻ എന്ന മീനിങ് ഉണ്ട്. ലിവ് അപ് ടു ആ ഒരു അർത്ഥം ഉണ്ടോ? ഓഫ് കോഴ്സ്, റെപ്യൂട്ടേഷൻ അതല്ലേ പറയുന്നത്. റെപ്യൂട്ടേഷൻ ശരത്ത് ആലോചിക്കും, ബി ആസ് ഗുഡ് ആസ് എന്ന് പറയുമ്പോൾ തന്നെ വി ആർ ലുക്കിംഗ് ഫോർ ദ റെപ്യൂട്ടേഷൻ അല്ലേ, നല്ലൊരു ആളായിട്ട്. റെപ്യൂട്ടേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. യെസ് ശരത്ത്, അതെ.
ഹായ് പ്രവിത, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ് വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മളെല്ലാവരും വി ആർ ലൈക്ക് ആസ് എ ലൈവ്ലി ക്ലാസ് റൂം. വെൽക്കം ഓൾവേസ്. ഓക്കെ, റിവൈവ് നോക്കാം. അടുത്ത വാക്ക് റിവൈവ്. റിവൈവ് റിവൈവ് എന്ന് പറയുന്ന പണ്ടൊരു എനിക്കൊന്ന് റിവൈവ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു ഡിറ്റർജന്റിന്റെ ഒക്കെ ശേഷം നമ്മുടെ തുണിയൊക്കെ മുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, റിവൈവ് എന്ന് പറയുന്നത്. സോ റിവൈവ് മീൻസ് വാട്ട്? റിവൈവ് ചെയ്യുക, റീ ഇൻവിഗറേറ്റ് ചെയ്യുക, പുനർജീവിക്കുക എന്നൊക്കെ പറയില്ലേ. റിവൈവ്, റീവൈറ്റലൈസ്, ബ്രിങ് റൗണ്ട്, വീണ്ടും ഒരു എന്താ പറയുക എനർജറ്റിക് ആവുക. ദാറ്റ് ഇസ് വാട്ട് റിവൈവ്. റിവൈവൽ ഒക്കെ കേട്ടില്ലേ? റിവൈവൽ അല്ലെ? പിന്നെ എക്കോണമി റിവൈവൽ, സൊസൈറ്റി സോഷ്യൽ റിവൈവൽ, പൊളിറ്റിക്കൽ റിവൈവൽ. യു നോ വാട്ട് റിവൈവൽ ഇസ്. സോ റിവൈവ് ചെയ്യുന്ന റീഇൻവിഗറേറ്റ് ചെയ്യുക, വീണ്ടും എന്താ പറയുക, ബി എനർജറ്റിക് എന്നൊക്കെയാണ് പറയില്ലേ. ദാറ്റ് ഇസ് വാട്ട് റീഇൻവിഗറേറ്റ്, റീവൈറ്റലൈസ്, ജീവൻ വെക്കുക. ദാറ്റ്സ് റിവൈവ്. ഓക്കെ, സോ റൈറ്റ്. I take to Hindu editorial every day. Great. Even after marriage, he lived up to my expectations. Okay, great. All right. China and Pakistan is called towards India's engagement in Afghanistan crisis. Yeah. Okay. Yes. അടുത്ത വാക്ക് നോക്കിയേ, ഔസ്റ്റ്. ഔസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എക്സ്പെൽ ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക, റിമൂവ് ചെയ്യുക, പുറത്താക്കുക, ത്രോ ഔട്ട്, ഫോഴ്സ് ഔട്ട്. പുറത്താക്കുക, നമ്മൾ ഒരാളെ ത്രോ ഔട്ട് ചെയ്യുക, ഫോഴ്സ് ഔട്ട് ചെയ്യുക, ഇറക്കി വിടുക. ദാറ്റ് ഈസ് വാട്ട് ഔസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇനി പറയുന്നത് പ്രിൻസിപ്പൽ ഔസ്റ്റഡ് മീ ബിക്കോസ് ഓഫ് മൈ റോങ് ഡൂയിങ് ഓർ മൈ മെൽ പ്രാക്ടീസ് ഡ്യൂറിങ് ദി എക്സാം എന്തും പറയാം കേട്ടോ. സോ ഡിസ്മിസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്, എക്സ്പെൽ ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഔസ്റ്റ് മീൻസ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത വാക്കാണ് റീഇൻസ്റ്റേറ്റ്. റീഇൻസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. റീഇൻസ്റ്റേറ്റ്, റീഇൻസ്റ്റോൾ ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, ഓർ റീപ്ലേസ് സംതിങ്, ഓർ ബ്രിങ് ബാക്ക്, വീണ്ടും അല്ലെ പോയൊരു കാര്യത്തിന് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയില്ലേ. ദാറ്റ് ഈസ് വാട്ട് ബ്രിങ് ബാക്ക്, റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ റീഇൻസ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെച്ചോളൂ. ഐ ഹോപ്പ് here I will improve my English. Of course you will. Okay, make it a habit. Okay, Pravita, make it a habit. The vocab നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ എൻ്റെ സെഷൻ തന്നെയാണെന്നല്ലേ, എവിടെ നിങ്ങൾക്ക് എഡിറ്റോറിയൽ സെഷൻ കണ്ടാലും go for it. Okay, because that's very important. നിങ്ങൾ ഒരുപാട് റെഗുലർ ആയിട്ട് അത് കണ്ടു തുടങ്ങിയാൽ യു വിൽ റിയലി ഇംപ്രൂവ്. യു വിൽ ഇംപ്രൂവ് ട്രമെൻഡസ്ലി. എൻ്റെ ഇത് പറയാം, ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത് കുറേ വൊക്കാബ്, ഞാൻ വൊക്കാബിൽ പോറായിരുന്നു, ലെറ്റ് മീ ടെൽ യു. അപ്പം പക്ഷേ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ വളരെ അധികം വൊക്കാബ് കിട്ടുന്നുണ്ട് ബിക്കോസ് ഐ എം ഡൂയിങ് ഇറ്റ് റെഗുലർലി. നിങ്ങളുടെ കൂടെ ഞാൻ നിന്ന് പഠിക്കുവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പഠിച്ചാലല്ലേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. These days we fail to live up to the expectation of our parents. Siji, don't be sad. You will someday. Okay, and live by your expectation. I want you to do that. എന്താണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ ആവുക നമ്മൾ. So that person needs a friend who revive him in difficult situation. Okay, Hansi Mubarak ousted from its throne to penury. All right, yes. Gautam correct ആണ് ട്ടോ sentence. All right. Revivalism. Yes. We have submitted the outlay of the revival of the aquaponics project. Okay. Aquaponics മറ്റേ ഇതല്ലേ നമ്മുടെ, എനിക്കറിയാം. വിത്തൗട്ട് യൂസിങ് മഡ് അല്ലേ, സോയിൽ ഉപയോഗിക്കാതെയുള്ള, അത് ഹൈഡ്രോപോണിക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ, അത് തന്നെയാന്ന് തോന്നുന്നു അക്വപോണിക്സ്. അങ്ങനെ എന്തോ ഒരു സംഭവം അല്ലേ. ഐ റിമെമ്പർ ദാറ്റ്. അത് ഓർക്കുന്നു ഞാൻ. ഇപ്പം എനിക്കധികം ഓർക്കുന്നത് അതാണ് അക്വപോണിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റൻസ് ഇസ് കറക്റ്റ് കേട്ടോ. Yeah, education is the most powerful weapon that can revive each society. Of course it is. The system got revived after it was not working for us. Okay, the manager ousted an employee due to mismanagement of money. Okay, the authorities oust the culprit for his misbehavior in the campus. Okay, after I read the treatment, I revived my health. Okay, yes. All right, yes. Moving on to next one is imperil. പെറിൽ എന്ന് പറഞ്ഞ അർത്ഥം ട്രബിൾ എന്നൊക്കെയാണ് പെറിൽ എന്ന വാക്കിന്റെ അർത്ഥം. സോ ഇംപെറിൽ എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചർ, പ്രശ്നത്തിലാക്കുക, എൻഡേഞ്ചർ സംതിങ്, ജെപ്പഡൈസ്, റിസ്ക്, ഹാം ഓർ ഡാമേജ്. സോ ഡോണ്ട് ഇംപെറിൽ യുവർ ലൈഫ് ഓർ ഡോണ്ട് ഇംപെറിൽ യുവർ കരിയർ, ഡോണ്ട് എൻഡേഞ്ചർ യുവർ കരിയർ ബൈ ഡൂയിങ് സോ. ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെയൊന്നും എടുത്ത് ചാടി ചെയ്യരുതേ. യു വിൽ ഇംപെറിൽ യുവർ കരിയർ, യുവർ ഇംപെറിൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻഡേഞ്ചർ എന്താ പറയുക, യു പുട്ടിങ് ഇറ്റ് ഇൻ ടു റിസ്ക്, അതാണ് പറയുന്നത് കേട്ടോ. സോ എൻഡേഞ്ചർ ചെയ്യുക, ജെപ്പഡൈസ് ചെയ്യുക, റിസ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹാം ചെയ്യുക, ഡാമേജ് ചെയ്യുക, അതിനെയാണ് അല്ലേ, അത് കൊളാക്കുക. ദാറ്റ് ഈസ് വാട്ട് ഡിസ്ട്രോയ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഇംപെറിൽ മീൻസ്. ഓക്കെ, പെറിൽ എന്ന നൗണുണ്ട്, പെറിൽസ് എന്ന് പറഞ്ഞ നൗണുണ്ട്. അതായത് ഡേഞ്ചർ, ട്രബിൾ, എന്താ പറയുക, അതുപോലെ
ഡിഫിക്കൽട്ടി എന്നൊക്കെയാണ് പെരൽസ് എന്ന് പറഞ്ഞ അർത്ഥം. സോറോ അങ്ങനെയൊക്കെയുണ്ട്, മിസറി എന്നൊക്കെ അർത്ഥമുണ്ട്. സോ അടുത്ത വാക്ക് നോക്കാം. ഓക്കെ, ഡെലാപ്പിഡേറ്റ്. യെസ്, ദ കമ്പനി സപ്രസ്ഡ് റിവോൾട്ട്. അല്ല, അതിന് മുമ്പ് വേറെ ഒന്നുണ്ടല്ലോ, ഒരു സെക്കൻഡേ. ഓഫ് വിഡ്രോവൽ ഓഫ് ലോക്ക്ഡൗൺ ലീഡ് ടു, വിഡ്രോവൽ ഓഫ് ലോക്ക്ഡൗൺ ലീഡ് ടു അല്ലല്ലോ. യെസ്, ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ വാട്ടർ. എനിക്കൊന്ന് അക്വപോണിക്സ് ലൈക്ക് ഹൈഡ്രോപോണിക്സും അക്വപോണിക്സും ഒന്നല്ലേ? അത് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ സോയിൽ ഉപയോഗിക്കാതെ വെള്ളത്തിന്റെ യൂസേജ് വെച്ച് പ്ലാന്റ്സിനെ വളർത്തുന്നത് അല്ലേ എങ്ങാണ്ടല്ലേ? ഐ റിമെമ്പർ അതെങ്ങാണ്ടാന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എനിവേ, താങ്ക് യു. അത് യെസ്, വെള്ളമില്ലാതെ ഫിഷ് ടാങ്കിൽ. യെസ് എബില, താങ്ക് യു എബില. യെസ്, ഹി വാസ് ഔട്ട് ഫ്രം ദ ഓഫീസ്. അത് പറഞ്ഞു. അടുത്ത ഏതായിരുന്നു പറഞ്ഞത്? രാജു ഔസ്റ്റഡ് ഫ്രം പ്രോജക്ട് ടീം ഡ്യൂ ടു ഹിസ് കെയർലെസ് ക്യാരക്ടർ. കറക്റ്റ് ആണ് അഞ്ജന. യെസ് ആതിര, ഓഫ് കോഴ്സ്. ഏത് എക്സാമിനാ? എല്ലാ എക്സാമിനും നമ്മൾ ഉപയോഗപ്പെടുന്ന ഒരു ഇതാണ് എഡിറ്റോറിയലൈസേഷൻ. ഓഫ് കോഴ്സ് യു ക്യാൻ യൂസ് ദാറ്റ്, റെഗുലർലി ഉപയോഗിച്ചോളൂ കേട്ടോ. I was roasted by a gigantic man during the fight. Okay, thrown out. Bonnie, yes. You can be revived from the state, from the failures. Yes. India revives the economy after COVID-19 pandemic. Yes. The company suppressed a revolt and Bahadur Shah II was ousted to Rangoon. Yes. He ousted from office due to his rude behavior with colleagues. Yes. Indian economy reinstates after pandemic. All right. The cyclone hit alla. Past tense. Okay. Yes, correct. Jayashree, correct. Sorry. The cyclone hit the coastal areas and imperiled many houses. Great. He was ousted from the office due to his bad character. All right. Moving on. അടുത്തത് topple. Topple എന്ന വാക്കിന്റെ അർത്ഥം എന്താ? fall, വീഴുക. tumble, വീഴുക, വഴുതി വീഴുക. That is what fall or tumble means. വേറെ ഉണ്ട് topple something എന്ന് പറഞ്ഞാൽ topple the business, overturn. നമ്മളൊരു കാര്യത്തിനെ തിരിച്ച് മറിച്ച് വെക്കുക എന്ന് പറയില്ലേ? That is what overturn is. അപ്പൊ നോക്കിയേ, fall എന്നും ടോപ്പിൾ ചെയ്യാന്ന് പറഞ്ഞ് വീഴ്ത്തുക എന്നൊരു അർത്ഥമുണ്ട്. വീഴുക ആൻഡ് വീഴ്ത്തുക. വീഴ്ത്തുക ഈസ് ഓൾറെഡി ഓസ്റ്റ്, എക്സ്പെൽ ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക, പുറത്താക്കുക എന്നൊരു അർത്ഥവും ടോപ്പിളിനുണ്ട് കേട്ടോ. ഡിപ്പോസ് ചെയ്യുക, സെയിം മീൻ. ഓസ്റ്റ് ചെയ്യുക, ഓസ്റ്റ് എന്ന വാക്ക് തന്നെയാണ് ടോപ്പിളിനും ഉണ്ട്. അപ്പൊ വീഴുക, വീഴ്ത്തുക എന്നുമുണ്ട്. തിരിച്ചു മറിച്ച് വെക്കാലോ, ഓവർടേൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ. നേരെ സെന്ററിന് തിരിച്ചെടുത്ത് വെക്കുക, മറിച്ച് വെക്കുക. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ് അല്ലെ? സോ ഓവർടേൺ ചെയ്യുക. സോ സെയിം വേയില് അതേ അർത്ഥമുണ്ട് ഓസ്റ്റിനും. അപ്പോൾ ഓർത്ത് വെച്ചോ, ഓസ്റ്റിനും ടോപ്പിളിനും ഒരേ മീനിങ് കൂടെ ഉണ്ട്. രണ്ട് മീനിങ് ഉണ്ട് ഓസ്റ്റിന്. വീഴുക, ടമിൾ ചെയ്യുക എന്നൊക്കെ ഉണ്ട്. കൂടാതെ വീഴ്ത്തുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നൊക്കെ ഒരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ ടോപ്പിൾ. ഓർത്ത് വെച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ അടുത്ത സെന്റൻസ് നോക്കട്ടെ. The worker was ousted from shop because he continuously failed to reinstate goods from the godown as soon as it finished in stock. As soon as it finished in stock. All right. Moving on. അടുത്ത വാക്ക് vicious. vicious എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയാം, ബ്രൂട്ടൽ, വളരെ ക്രൂരമായി, വളരെ ക്രൂവൽ ആയിട്ടുള്ള, ഫെറോഷ്യസ് ആയിട്ടുള്ള, വയലന്റ് ആയിട്ടുള്ള, സാവേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യൂസ് എ വിഷ്യസ് പേഴ്സൺ. നമ്മൾ പറയില്ലേ വിക്കഡ്, ഉപദ്രവിക്കുന്ന, ക്രൂവൽ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ വിഷ്യസ് എന്ന് പറയുന്നത്. വളരെ ക്രൂവൽ ആയിട്ട്, വളരെ വയലന്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പറയുന്നത് വിഷ്യസ് എന്ന്, അല്ലെ? വിഷ്യസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് വളരെ എന്താ പറയുക, ബാഡ് എന്നൊന്നും പറയരുത്. അതിനേക്കാളും കൂടിയ ആളാണെങ്കിലാണ് യു കോൾ ദം വിഷ്യസ് എന്ന്. അപ്പോൾ ചാടിക്കറി എല്ലാവരും കയറി വിഷ്യസ് ഒന്നും വിളിക്കരുത്. അത്ര ക്രൂവൽ ആയിട്ടുള്ള, എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള ഒരാളെ മാത്രം നിങ്ങൾ വിഷ്യസ് എന്ന് വിളിക്കാവുള്ളൂ. ടു ഡോണ്ട് യൂസ് ദാറ്റ്, വെറുതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്. All right. Due to school reopening, I need to reinstate my notes and check it. Great. All right. I reinstated my book when I got new in admission. Reinstate the bottle with water. Yes. All right. You will imperil in police custody when you are going to wrong turn. All right. In the movie Happy Be Happy. Yes. Bonnie. Emperilled. Yes. Imperiled. ഹൈഡ്രോപോണിക്സിൽ വാട്ടർ മാത്രമേ ഉള്ളൂ. അക്വപോണിക്സിൽ ഗ്രേവൽ സ്റ്റോൺ ഒക്കെ ഉണ്ടല്ലേ. ഓൾ റൈറ്റ് എബില, താങ്ക് യു. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത് നോക്കാം. The film actor Jain imperiled himself by agreeing to the retake of the particular helicopter shoot. All right. The manager toppled him for his robbery. Toppled him. Very good. All right. There is a solution of wild animals impairing crops. But the government or the officers won't understand that unless they face the same situation as farmers. All right.
ടോണി ആദ്യം നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കുക കേട്ടോ. കാർഡടിച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ടോണി ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇടുന്ന കണ്ടിട്ടാണ് പല കുട്ടികളും വരുന്നത്. അപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് ചാടിക്കയറി പറയാറില്ല എൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ടോണി ചാടിക്കയറി ടോണിയുടെ ഇതിൻ്റെ മാത്രം ഒരു രീതിയിലെല്ലാം ചാടിക്കയറി പറയരുത്. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക, എന്നിട്ട് പറയാം ചവറാണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്, യു ഹാവ് ദ എക്സ്പ്രഷൻ, യു ഹാവ് ദ ഫ്രീഡം ടു എക്സ്പ്രസ്, ബട്ട് മേക്ക് ഷുവർ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് മുൻവിധി പാടില്ല. ഓക്കെ, ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ, എല്ലാത്തിനും ഒരുമിച്ച് കാണരുത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. അടുത്ത് നോക്കാം. There is a situation of wild animals imperil in crop. പറഞ്ഞു bike toppled at the turning of the road. All right. When the colleges were reopened, the campus life is reinstated with its full energy. All right, great. Opposition party toppled newly formed government. That's great. I toppled by running through the corridor. വീണു. Okay, പറയാം. His imperil attempt എന്ന് പറയില്ല കേട്ടോ. ഇംപെറൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ, അതിൽ ഇംപെറൽ ഇസ് എ വേർബ്. അപ്പൊ ഇംപെറൽ എന്ന് പറയില്ല, അതിന് ഇതിപ്പോ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണേ V3 ഉപയോഗിക്കും. ഇംപെറൽഡ് അറ്റംപ്റ്റ് എന്ന് കൊടുക്കാട്ടോ യമുന. ടോപ്പിൾഡ് ഹിം എനി ഹൗ ഹി റിവൈവ്ഡ് ഫ്രം ദ ഡേഞ്ചർ ആ കൊടുക്കട്ടോ. ഹിസ് ഇംപെറൽഡ് അറ്റംപ്റ്റ് കൊടുക്കാട്ടോ. ദ പ്രിസണേഴ്സ് അബ്രോഡ് ആർ റീഇൻസ്റ്റേറ്റഡ് ബൈ കണ്ടിന്യൂസ് എഫേർട്ട് ടു ഇന്ത്യൻ അംബാസഡേഴ്സ്. All right. The earthquake toppled the buildings. All right. The coalition government was toppled because of horse trading with immediate effect. All right. അടുത്ത നോക്കിയേ, മെയ്ഡൻ. നിങ്ങൾ കേട്ടുള്ള വാക്കായിരിക്കും. മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മെയ്ഡൻ സ്പീച്ച് കേട്ടുണ്ടായിരിക്കും, ഒരു തവണ എക്സാമിന് ചോദിച്ചതാ മെയ്ഡൻ സ്പീച്ച്. എന്താ ഈ മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ? മെയ്ഡൻ എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. മെയ്ഡൻ വോയേജ് എന്നൊരു വാക്കുണ്ട്. മെയ്ഡൻ വോയേജ്, മെയ്ഡൻ സ്പീച്ച്, ആദ്യമായിട്ട് കന്നി സ്പീച്ച് ഇല്ലേ, അതിനെയാണ് മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ. മെയ്ഡൻ വോയേജ് എന്ന് പറഞ്ഞൊരു എന്താണ് ഇഡിയമുണ്ട്. അതായത് ആദ്യത്തെ ആദ്യമായിട്ട് ഷിപ്പ് പണിതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ എന്താ പറയാ കന്നി ഇതില്ലേ യാത്ര, അതിനെയാണ് മെയ്ഡൻ വോയേജ് എന്ന് പറയാം. സോ മെയ്ഡൻ എന്ന വാക്കിൻ്റെ അടുത്ത് ഫസ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ, ഇനാഗ്രൽ, ഇൻട്രൊഡക്ടറി എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ മെയ്ഡന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, അൺമാരിഡ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അൺമാരിഡ് വേറെ അർത്ഥമാണ് അൺമാരിഡ് അല്ലെങ്കിൽ അൺവെഡ്, കല്യാണം കഴിക്കാത്ത എന്നൊരു അർത്ഥമുണ്ട്. അൺവെഡ് അല്ലെങ്കിൽ അൺമാരിഡ് എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. സോ മെയ്ഡൻ എന്ന വാക്ക് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓൾറൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ കോalition government was toppled പറഞ്ഞു. ഹോസ്നി മുബാറക് was ousted from office after toppling his despotic rule in Egypt. Yes. Yeah, vicious cycle of poverty കേട്ടിട്ടുണ്ട്. vicious cycle ഇതിൽ തന്നെ ഉണ്ട്, ഇന്ന് നിങ്ങൾ കാണും കേട്ടോ. Hitler was a vicious person. Yes, he was. In most of the movies, Jose Prakash nailed as a vicious man. Yes, he was. Yeah. ഫസ്റ്റ് സ്പീച്ച് അല്ലെ മെയ്ഡൻ സ്പീച്ച്. അതെ, കന്നി അല്ലേ, നമ്മുടെ കന്നിയാണ് കാര്യങ്ങളാണ്. കന്നി വോട്ട് എന്നൊക്കെ പറയാം, മെയ്ഡൻ വോട്ട് എന്നൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയില്ലേ ആ സംഭവം. അടുത്താണ് ട്രാൻസ്പയർ. ട്രാൻസ്പയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ട്രാൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ട്രാൻസ്പയർ എന്ന വാക്കിന്റെ അർത്ഥം റിവീൽ ചെയ്യുക, സംതിങ് തുറന്ന് പറയുക. സംതിങ് കെയിം ഔട്ട് എന്ന് പറയില്ലേ, സംതിങ് കെയിം ഔട്ട്. ട്രാൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ കം ഔട്ട്. ട്രാൻസ്പയർ കേട്ട ട്രാൻസ്പയർ എന്നാണ് ഓർക്കുക. റിവീൽ ചെയ്യുക, എമേർജ് ചെയ്യുക, പുറത്തു വരിക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്, കം ഔട്ട് അല്ലെ. അപ്പോൾ ദ ന്യൂസ് കെയിം ഔട്ട് എന്ന് പറയില്ല, the news was transpired at last. അവസാനം ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയില്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ട്രാൻസ്പയർ, പുറത്തു വരിക കേട്ടോ, വെളിച്ചത്ത് വരിക. ടു ബി നോൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. പുറത്തോട്ട് വരിക, നാലാൾ അറിയുക. ദാറ്റ് ഈസ് വാട്ട് ട്രാൻസ്പയർ മീൻസ്. റിവീൽ, എമേർജ്, കം ഔട്ട്, ബി നോൺ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. Senior officer was reinstated to his office after he was scrutinized in a corruption probe. Okay, yeah, debut, maiden debut first, then debut. The Adamites are vicious in nature, which proved the history as well. Okay, yeah. Maiden wicket കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ടൈറ്റാനിക് സങ്കൻ in its ശരിക്കും ടൈറ്റാനിക് ആണോ അത് എന്നതിന്റെ ഡൗട്ടാണ് ഇപ്പം. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. In its അപ്പോ നോക്കിയേ, രേവതി അവിടെ ഇറ്റ്സ്, രേവതി ഇന്നലെ ഇല്ലായിരുന്നു തോന്നല്ലോ. രേവതി ഇറ്റ്സിന്റെ സ്പെല്ലിംഗ് എന്താ? IT കഴിഞ്ഞ അപ്പോസ്ട്രോഫി എസ് ആണോ? അതിന്റെ ആണെങ്കിൽ ഇറ്റ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി വേണോ? ഇറ്റ് ഇസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ ആരെല്ലാം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളാം. ഇറ്റ് ഇസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 3 അർത്ഥം നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഒന്നെങ്കിൽ ഇറ്റ് വാസ് എന്ന് പറയാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഹാസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് ഇറ്റ് ഈസ് എന്ന് പറയാം കേട്ടോ. എന്നാൽ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഓർത്ത് വെച്ചോണേ, അതിൻ്റെ എന്നാണ് ഇറ്റ്സിന്റെ അർത്ഥം. അപ്പോൾ ഈ കാര്യം പിന്നെയും നമുക്ക് മാറിപ്പോവും. എക്സാമിന്
നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ എഴുതുമ്പോഴേ ഇതാണ് നമുക്ക് പ്രശ്നം പറ്റുക. ആ വലിയൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുമാണത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മേക്ക് ദാറ്റ് അഗൈൻ. ഓൾ റൈറ്റ്, ഒന്നോർത്ത് വെച്ചോണേ. Okay, Ishan Kishan made his maiden performance through IPL 2020. Yeah, I cracked my government exam in my maiden attempt. Great. He toppled from steps. Okay. ഇല്ല ഞാൻ പറയട്ടെ, അൺമാരിഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറേ ഉള്ളൂ അഡ്ജക്റ്റീവായിട്ട് കേട്ടോ. അനി ശരിക്കും പറഞ്ഞാൽ മെയ്ഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മെയ്ഡൻ ഒക്കെ ഈ പറയുന്ന സ്ത്രീകളിലാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. പണ്ട് കാലഘട്ടത്തിൽ മെയ്ഡൻ എന്ന് ഉപയോഗിച്ചുള്ളത് അൺമാരിഡ് വുമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു. മെയ്ഡൻ എന്ന് പറഞ്ഞാൽ ഷീസ് എ മെയ്ഡൻ എന്ന് പറഞ്ഞാൽ അവൾ ഒരു അൺമാരിഡ് വുമൺ ആണ് എന്ന് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടത്തിൽ ആർക്കിക് യൂസേജ് ഇപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കില്ല. മെയ്ഡൻ എന്നൊരു നൗൺ ആയിട്ട് ഉപയോഗിക്കില്ല. മെയ്ഡൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. സോ യൂഷ്വലി അത് സ്ത്രീകൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. യെസ്, അടുത്തത് ഡിസ്ക്ലോസ്. യെസ് ഓക്കെ, ഡിസ്ക്ലോസ് ചെയ്യുക. യെസ്, അത് തന്നെയാണ് കേട്ടോ. ട്രാൻസ്പയർ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക, അത് തന്നെ. അടുത്ത വാക്ക് കൺവീനിയൻസ് ഒക്കെ കേട്ടിട്ടില്ലേ? സോ കൺവീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്മൻ. കൺവീൻ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മൻ, വിളിക്കുക. കോൾ, ഓർഡർ, ഹോൾഡ്, അസംബിൾ, എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുക, അസംബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക, ഒരു മീറ്റിംഗ് ഹോൾഡ് ചെയ്യുക. സോ കൺവീൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അസംബിൾഡ് മീറ്റിംഗ്, ഹോൾഡ് മീറ്റിംഗ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. കൺവീൻഡ് ഹെൽഡ് കേട്ടോ ആ അർത്ഥം. ഹോൾഡ് പാസ്റ്റ് ടെൻസ് ഹെൽഡ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളാം. കൺവീൻ എന്ന് പറഞ്ഞാൽ സമ്മൻ ചെയ്യുക, വിളിക്കുക, കോൾ ചെയ്യുക, ഓർഡർ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ കൺവീൻ എന്ന വാക്ക്. Okay, understanding the syllabus was my maiden step before choosing UPSC. That is what it is needed. His vicious attitude towards manager made him ousted from the office. Okay, PM's maiden visit to South Korea. Yes, today is my maiden drive. All right, yeah. History recorded as Hitler was a vicious person. Okay, അങ്ങനെയല്ല കേട്ടോ ഹരി, അത് എഴുതുന്ന സെന്റൻസ് എങ്ങനെയാണ്? ഹിസ്റ്ററി റെക്കോർഡഡ് ഹിറ്റ്ലർ ആസ് എ വിഷ്യസ് പേഴ്സൺ, അങ്ങനെ കൊടുക്കാം. ഹിസ്റ്ററി റെക്കോർഡഡ് ഹിറ്റ്ലർ ആസ് എ വിഷ്യസ് പേഴ്സൺ. ദാറ്റ് ജിഷ ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിന്റെ മുകളിൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇൻ ദ സ്റ്റേജ് എന്ന് പറയും. സ്റ്റേജിന്റെ ഉള്ളിലാണോ? അല്ല. പൊസിഷന്റെ ഇന്നും ഓണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. സ്റ്റേജിന്റെ മുകളിലാണ്. ഓക്കെ, സ്റ്റേജിന്റെ മുകളിൽ, സ്റ്റേജിന്റെ ഉള്ളിൽ എന്ന് പറയില്ല. ഓക്കെ, റീഡ് യുവർ മെസ്സേജ് ഓൺ ദ ഫോൺ ആണ്, ഇൻ ദ ഫോൺ അല്ല, ഓൺ ദ ഫോൺ ആണ്. സോ അതുപോലെ തന്നെ ഓൺ ദ ഫോൺ, ഓൺ ദ സ്ക്രീൻ, ഓൺ ദ മോണിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്റ്റേജും ഓൺ ദ സ്റ്റേജ് ആണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോ റിമെമ്പർ ദാറ്റ്. രേവതി ഓക്കെ, ടൈപ്പ് ആണോ? ഇറ്റ്സ് ഓക്കെ ദെൻ, സോ സോറി. ഓക്കെ യാ. ദെൻ അടുത്തത് എന്താ? ഹൈ നുസൈബ, ഗുഡ് മോർണിംഗ്. In the 1492, Mr. Columbus arrived in America as his maiden voyage by the ship named Mayflower. Yes. രേവതി കുറച്ച് ദിവസമായിട്ടില്ല. യെസ്. We don't know what will transpire when we have a new boss. Okay. I transferred the secret എന്നല്ല ഉദ്ദേശിച്ചേ. That was haunting me for the past few years. Okay. Simple and logical thinking would be transfer അല്ല ഗൗതം. ഞാൻ പറഞ്ഞിട്ട് പാസീവ് ആകുമ്പോൾ B+V3 ഫോം വരണ്ടേ? അപ്പൊ എന്ത് കൊടുക്കണം? സിമ്പിൾ ആൻഡ് ലോജിക്കൽ തിങ്കിങ് വുഡ് ബി ട്രാൻസ്പയർഡ് എന്നാണ്. അല്ലെങ്കിൽ വുഡ് ട്രാൻസ്പയർ ദ സീക്രട്ട് ഓഫ് ദിസ് പസിൽ കൊടുത്തോ? ബിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ? വുഡ് ട്രാൻസ്പയർ ദ സീക്രട്ട് ഓഫ് ദിസ് ഇത് കൊടുക്കാം കേട്ടോ, ഓഫ് ദിസ് പസിൽ കൊടുക്കാം. ദ ടീം വാസ് കൺവീൻഡ് അറ്റ് മീറ്റിംഗ് ഹാൾ ടു ട്രാൻസ്പയർ ദ മെയ്ഡൻ എക്സ്പീരിയൻസ് ഓൺ ട്രെയിനിങ്. യെസ്, ഐ ഹാഡ് മൈ മെയ്ഡൻ ഡെലിവറി ഓൺ 12th November 2018. പറയാം, ഷുവർ, ഓഫ് കോഴ്സ് പറയാം. ഓൾ റൈറ്റ്. അടുത്ത വാക്ക് നോക്കിയേ, റിറ്റാലിയേറ്ററി. നമ്മൾ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് റിറ്റാലിയേറ്ററി, റിറ്റാലിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? റിറ്റാലിയേറ്ററി എന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ്, റിവെഞ്ച്ഫുൾ, ഡിസിപ്ലിനറി, പീനൽ എന്നൊക്കെ അർത്ഥമുണ്ട്. പീനൽ കോഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഡിസിപ്ലിനറി കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, നിയമപരമായിട്ട് നമ്മൾ ശിക്ഷിക്കുന്ന ഒന്ന്, അതാണ് റിവെഞ്ച്ഫുൾ, റിട്രിബ്യൂട്ടീവ് അല്ലേ, ഡിസിപ്ലിനറി കമ്മിറ്റി. അപ്പൊ റിറ്റാലിയേറ്ററി കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ക്ലാസ്സിൽ പറഞ്ഞതുമാണ് എന്നെൻ്റെ ഒരു വിശ്വാസം. യെസ്. അടുത്തെന്താണ്? സ്പിൻസ്റ്റർ എന്നൊക്കെ പറയും. യെസ് ജി, പറയും. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഐ ഹാഡ് മൈ മെയ്ഡൻ പറഞ്ഞു. മെനി ന്യൂ ഡൈനസ്റ്റീസ് ട്രാൻസ്പയർഡ് ആഫ്റ്റർ ദ 7th century. All right. Everyone was shocked when the real killer was transpired. Yes, investigation process helps to transpire the truth. Okay. The meeting was convened by the head of the institution. Okay. Avengers convene. All right. He convened me for her marriage. Okay. The trust has കഴിഞ്ഞിട്ട് convene വരില്ല കേട്ടോ സ്നേഹ. has കഴിഞ്ഞിട്ട് V3 form. The trust has convened a meeting for its members. Convened കൊടുക്കുക കേട്ടോ, convened. കാരണം has കഴിഞ്ഞാൽ V3 ഫോം നിർബന്ധമാണ്. ഓക്കെ, അടുത്ത വാക്ക് റൂ. കേട്ടിട്ടുണ്ടോ റൂ എന്ന്? ഇന്ന് നിങ്ങൾ കാണും ഇങ്ങനെ ഒരു സെന്റൻസ്, വാക്ക് കേൾക്കും, റൂവിങ്.
അപ്പൊ റൂയിങ് എന്ന വാക്ക് കേട്ടാൽ ഓർക്കണം, റൂയിൻ എന്ന ബന്ധമായിട്ട്, റൂയിൻ എന്ന വാക്കുമായിട്ട് ഒരു ബന്ധമില്ല. റൂയിൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഡിസ്ട്രോയ് ചെയ്യാതാണ്. അപ്പൊ റൂയിനിങ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ട്രോയിങ്, ഡാമേജിങ് എന്നൊക്കെയാണ്. ഓർത്തു വെച്ചോണം ഈ വാക്ക്, രണ്ട് വാക്കും വ്യത്യാസമുണ്ട്. ഇത് മാറിപ്പോരുതേ. റൂയിങ് എന്ന് വരും. റൂ എന്ന വാക്ക് അതിന്റെ ING ഫോം റൂയിങ് ആണ്. റൂയിൻ എന്ന വാക്കിന്റെ ING ആണ് റൂയിനിങ്. ഓർത്തു വെച്ചോണേ. അപ്പൊ റൂ എന്ന വാക്കിന്റെ അർത്ഥം റിഗ്രറ്റ്, നൗൺ ആയിട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. റിഗ്രറ്റ്, റിഗ്രറ്റ് ചെയ്യുക ഓർ റിഗ്രറ്റ് എന്ന്. ഓക്കെ. ഡിപ്ലോർ, റിഗ്രറ്റ് ചെയ്യുക. ലാമന്റ്, സങ്കടപ്പെടുക, ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുക, വിലപിക്കുക എന്നൊക്കെ പറയാം. ലാമന്റ്, ബിമോൺ, ബിവെയിൽ, സെയിം മീനിങ് ആണ്. റൂ ചെയ്യുക, റിഗ്രറ്റ് ചെയ്തിട്ട് സങ്കടപ്പെട്ട് കരയുക, ഒരു കാര്യം ചെയ്ത് തെറ്റായിപ്പോയി. സോ യു ആർ റിഗ്രറ്റിംഗ് ഓവർ സംതിങ്, യു ആർ ലാമന്റിങ് ഓവർ സംതിങ്, യു ആർ ബിമോണിങ് സംതിങ്, നിങ്ങളുടെ ഡിസിഷൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ദാറ്റ് യു മെയ്ഡ് ഓൾറെഡി. സോ ദാറ്റ് ഈസ് റൂ. ഓർത്ത് വെച്ചോ റൂ എന്ന വാക്ക് കേട്ടോ, മറന്നു പോരുതേ. CM convened a press meet to discuss about പ്രവീണ, ഡിസ്കസ് എന്ന വാക്കിൻ്റെ കൂടെ ഒരിക്കലും അബൌട്ട് വരരുത് കേട്ടോ. ശ്രദ്ധിക്കണം, വലിയൊരു മിസ്റ്റേക്ക് ആയത്. ഡിസ്കസിന്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വി വിൽ ഡിസ്കസ്. നോക്കിയേ, ഞാനൊരു സെന്റൻസ് പറയാം. വി വിൽ ഡിസ്കസ് അബൌട്ട് the Hindu editorial. ഞാൻ ഒരിക്കലും രാവിലെ വരുമ്പോൾ നിങ്ങളോട് പറയില്ല വി വിൽ ഡിസ്കസ് ടുഡേ, വി വിൽ ഡിസ്കസ് ദി ഹിന്ദു എഡിറ്റോറിയൽ എന്നേ പറയുള്ളൂ. അബൌട്ട് പറയുമോ ഞാൻ? ഇല്ല. എന്തുകൊണ്ടാ? ഡിസ്കസ് എന്ന വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഡിസ്കസ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക, നോട്ട് അബൌട്ട് സംതിങ്. ഡിസ്കസ് വിത്ത് സംബഡി നമുക്ക് പറയാം, ഒരാളോട് കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറയാം. ഡിസ്കസ് വിത്ത് സംബഡി യു ക്യാൻ സേ, ബട്ട് ഒരിക്കലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് അബൌട്ട് സംതിങ് എന്ന് പറയരുത്. ഡിസ്കസ് സംതിങ് എന്ന് പറഞ്ഞു. ഡിസ്കസ് ദ ഹിന്ദു എഡിറ്റോറിയൽ, വിൽ ഡിസ്കസ് ദ മാറ്റർ. വിൽ ഡിസ്കസ് അബൌട്ട് ദ മാറ്റർ അല്ല, വി വിൽ ഡിസ്കസ് ദ മാറ്റർ. കേട്ടോ, ശ്രദ്ധിക്കണേ, ഒരിക്കലും പറയരുത് കേട്ടോ പ്രവീണ, ശ്രദ്ധിച്ചു വെച്ചോണേ. ഓക്കെ. The postpartum depression sometimes makes us behave as a vicious person. All right, of course Ani. Descriptive ഞാനൊരു സെഷൻ എന്തായാലും എടുത്ത് ചെയ്യുന്നുണ്ട് ഉടനെ. ഓക്കെ, ഞാനൊന്നും തിരക്കൊഴിഞ്ഞോട്ടെ, ഞാൻ ചെയ്തു തരാം കേട്ടോ. Of course I will do that. Okay, sure. This is my maiden time. I'm going to prepare for UPSC. Yes. Teacher convene അല്ലല്ലോ, teacher convenes. Teacher ഒരാളല്ലേ, അപ്പൊ convenes കേട്ടോ അഞ്ജന. Teacher convenes to attend the seminar. The teacher is going to transpire the mark of exam in the class. Okay, the High Court has convened for his അല്ലല്ലോ. The High Court, ശരത്തെ, ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ ഹിസ് എന്ന് നമ്മൾ പറയില്ല. The High Court has convened its contempt of court as prima facie. Prima facie അല്ലേ ഉദ്ദേശിച്ചത്, premi അല്ല, prima facie. Okay, sure, I'll do that. Okay, Voldemort is a vicious wizard in Harry Potter. Yeah. Okay, no problem Jisha, that's always true. Okay, Justin Trudeau convened the Canada efforts to rescue the inhabitants of British Columbia from the flood. Okay. It was my maiden visit to Mumbai. NCC took the charge of retaliatory committee for the annual day celebration. When the police showed him the evidence, he transpired the entire truth. Okay, great. Disciplinary action pole retaliatory action paraya ille. Of course, adha njan manna retaliatory action parayum. The photos are on the phone or in the phone. On the phone. In the phone നമ്മൾ പറയില്ല. ഓക്കെ, ഇൻ ദ മെമ്മറി കാർഡ് എന്ന് നമ്മൾ പറയാം, കുഴപ്പമില്ല. മെമ്മറി കാർഡ് എന്നൊക്കെ നമ്മൾ ഓക്കെ കാർഡിലാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഫോണിന്റെ ഉള്ളിലല്ല സംഭവം നമ്മൾ സൂക്ഷിക്കാം എന്ന് പറയില്ല. നമ്മൾ എന്താ പറയാ, ഓൺ ദ ഫോൺ ആണ്. യു ക്യാൻ വാച്ച് എ മൂവി ഓൺ ദ ഫോൺ, യു ക്യാൻ റീഡ് യുവർ മെസ്സേജസ് ഓൺ ദ ഫോൺ എന്നാണ്. യു വിൽ നോട്ട് സേ ഇൻ ദ ഫോൺ, പറയരുത് കേട്ടോ. Okay, Pravita, okay. There is no point in rue after committing the crime. Yes. Repent, yes. Repent in Arthon. Yes. Magistrates convene senior police officer in connection with rising case of custodial deaths in district. Okay. Okay, അടുത്ത വാക്ക് നോക്കിയേ, സ്കട്ടിൽ. ഒരുപാട് നമ്മൾ ഡിസ്കഷൻ കൂടി പോകുന്നുണ്ടല്ലേ. സ്കട്ടിൽ കുറേ സെന്റൻസുകൾ കിട്ടിയുണ്ട്. സ്കട്ടിൽ, സ്കാമ്പർ, സ്കറി, സ്ക്രാമ്പിൾ, ബസിൽ, സ്കിപ്പ്. പെട്ടെന്നുള്ള ഓട്ടോയില് ക്വിക്ക് സ്റ്റെപ്സ് എടുത്ത് ഓടുക, ദാറ്റ് ഇസ് വിട്ടടിക്കുക, ദാറ്റ് ഇസ് ഹേസ്റ്റൻ എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് സ്കട്ടിൽ എന്ന അർത്ഥം? ഹേസ്റ്റൻ, ധൃതി വെച്ച് പോകില്ലേ, ഹറി, ഇതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഹറി, ഹേസ്റ്റൻ എന്നൊക്കെയാണ് അർത്ഥം. എന്റെ പല സിനോണിംസ് ഇട്ട് തന്നുള്ളൂ. സ്കട്ടിൽ എന്ന് പറഞ്ഞാൽ സ്കാമ്പർ ചെയ്യുക, പെട്ടെന്ന് പോവുക, സ്പീഡിലുള്ള സ്റ്റെപ്പുകൾ എടുക്കുക, ക്വിക്ക് സ്റ്റെപ്സ് ആണ്. സ്കറി, സ്കാമ്പിൾ, ബസിൽ, സ്കിപ്പ്. സ്കിപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി യു നോ അല്ലേ. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വേഗം പോകുന്ന അവസ്ഥയ്ക്കാണ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്ക് അസ്വിച്ച്. അസ്വിച്ച് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക, ഗ്രാറ്റിഫൈ ചെയ്യുക, അപ്പീസ് ചെയ്യുക, പാസിഫൈ ചെയ്യുക, ഒരാളെ ഇൻഡൾജ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അസ്വിച്ചിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്.
ഇതൊറ്റ മീനിങ് ആണ്. വേറൊരു മീനിങ് കൂടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. ക്യാൻ സംബഡി ടെൽ മീ വാട്ട് ഇസ് അസ്വെജ്? അസ്വെജ് എന്ന മീനിങ് ഓർമ്മയുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്താണ്. Okay, scuttle the junk questions and go for valuable. Yeah. I used to rue about the mistakes in my maiden speech. Yes. Okay. The police officer convened the victim of investigation. The high courts didn't transfer the date of HC exam yet. Yeah. Okay. People started taking their own decisions when they lost trust in retaliatory community. Yes. Which is ruining song of India. Which is the ruining song? അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൂയിങ് റിഗ്രറ്റിംഗ് എന്നാണോ? റിഗ്രറ്റിംഗ് എന്നാണോ? വോട്ട് എന്ന് ചോദിക്കില്ല, വിച്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. വിച്ച് എന്ന് ചോദിക്കുക, വോട്ട് എന്ന് ചോദിക്കുക. വോട്ട് എന്താണെന്ന് വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള രീതി ചോദിക്കാം. വിച്ച് ഈസ് ഏതായിരുന്നു എന്നുള്ള വിച്ച് ചോദിക്കാം, കറക്റ്റ് ആണ്. വോട്ട് എന്നുള്ള വിച്ച് എന്ന് ചോദിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ റൂവിങ് എന്നുള്ള ഉദ്ദേശിക്കുന്ന സെന്റൻസ് കറക്റ്റ് അല്ല കേട്ടോ. ഇഫ് someone insult you അല്ല, if someone insults you, someone എന്ന് പറയുന്നത് സിംഗുലർ ആണ്. someone insults you, don't retaliate as it only makes the situation worse. He rue in his action. Rue in his action അല്ല, he rues. Rueന്റെ സിംഗുലർ and rues in his action. All right, yeah, that's it. Moving on. Very good, Gina, thank you. അസ്വേജിന് വേറൊരു മീനിങ് ഉണ്ട്, മിറ്റിഗേറ്റ്. ഓർമ്മയുണ്ടോ? ലെസൺ നമ്മൾ വായിച്ച വാക്കാണ്. ലെസൺ ചെയ്യുക. രണ്ടാണ്. ലെസൺ ചെയ്യുക, വീക്കൻ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് അസ്വേജിന്. എല്ലാവരും ഓർത്തോണം ഈ വാക്ക്. അസ്വേജിന് ഒരു മീനിങ് മാത്രമല്ല, സോറി മിറ്റിഗേറ്റ് എന്നാ ഞാൻ എഴുതാൻ വന്നത്, പക്ഷെ എഴുതിയപ്പോൾ മാറിപ്പോയി. സോറി, മിറ്റിഗേറ്റ്. താങ്ക് യു ജീന, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറയ്ക്കുക, ദാറ്റ് ഈസ് അസ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള അർത്ഥവും ഉണ്ട് അസ്വേജിന്. രണ്ട് മീനിങ് ഉണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അസ്വേജ് എന്ന്, സാറ്റിസ്ഫൈ എന്ന്. അത്ര ദിവസമൊക്കെ നമ്മൾ കണ്ടപ്പോൾ മിറ്റിഗേറ്റ് എന്ന വാക്ക് യൂസ് ചെയ്തു. ഐ ടോൾഡ് യു ദിസ് ആസ് വെൽ, റിമെമ്പർ ദാറ്റ് അല്ലേ. സ്റ്റാൻസ്, ദിസ് ഇസ് മൈ സ്റ്റാൻസ് ഓൺ ദിസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാറ്ററിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. സ്റ്റാൻസ് എന്ന ലിറ്ററൽ മീനിങ് നമ്മൾ പറയാം പോസ്റ്റർ. സ്റ്റാൻഡ് നമ്മൾ ഇരിക്കുക അല്ലെ നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഇത് സ്റ്റാൻസ് എന്ന് നമ്മൾ പറയാം. ആറ്റിറ്റ്യൂഡ്, ബെയറിംഗ്, ഇതൊക്കെ ഒരേ മീനിങ് ആണ്. ഓർത്ത് വെച്ചോണം. യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ബെയറിംഗ് ഓവർ സംതിങ്, ദാറ്റ് ഈസ് വാട്ട് സ്റ്റാൻസ് ഈസ്. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഫോട്ടോസ് ആർ ഓൺ ദ ഫോൺ ഇൻ ദ മെമ്മറി എന്ന് പറയും. യെസ്, ഷി റൂഡ് ഹെർ ഡിസിഷൻ. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു റൂ ലേറ്റർ അബൌട്ട് മൈ I don't want to rule later about my അല്ല, I don't want to rule about my activities later എന്ന് കൊടുക്കുക കേട്ടോ ഐഷ. ഓക്കെ, താലിബാൻ retaliated against the Afghan army by various bomb blasts. ഓക്കെ, all right, yes. അടുത്ത എന്താ പറഞ്ഞത്? He still rue for his rude behavior towards an elderly woman previous day. All right, yeah. I always scuffle to reach college in the morning to catch the editorial session. Okay, all right. My kids scuffled towards the ice cream selling shop. Yeah. The mob scuttled on the directions when the police charged them with tear gas. Yes. Yeah, great. Thank you everyone. Thank you. Convene meaning ഇത്രേ ഉള്ളൂ. കൺവീൻ്റെ മീനിങ് എന്താ ഞാൻ പറഞ്ഞത്? കോൾ, സമ്മൻ, വിളിക്കുക, വിളിച്ചു കൂട്ടുക, അസംബിൾ എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. വിനീത്, ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓൾ റൈറ്റ്, അടുത്ത വാക്ക് നോക്കിയേ. എൻവിസേജ്. എൻവിസേജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഫോർസി, മുൻകൂട്ടി കാണുക. പ്രെഡിക്റ്റ്, എക്സ്പെക്ട്, ആന്റിസിപ്പേറ്റ്. ഫോർകാസ്റ്റ് ഒക്കെ അർത്ഥമുണ്ടേ, ഫോർകാസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഫോർകാസ്റ്റ് ഒക്കെ എഴുതുമ്പോഴേ FORE എഴുതാൻ മറക്കരുതേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറും ഫോർകാസ്റ്റ് സ്പെല്ലിംഗ് തെറ്റിപ്പോരുത് കേട്ടോ. ഫോർകാസ്റ്റിന്റെ സ്പെല്ലിംഗ് എക്സാമിന് ഈ സ്പെൽ ചെക്കിലൊക്കെ ചോദിക്കുന്ന ചാൻസ് ഉണ്ട്. ഫോർ ഹെഡ്, ഫോർകാസ്റ്റ്, മുൻകൂട്ടി. ഫോർ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? പ്രീ എന്നാണ് അർത്ഥം. ഇതൊരു പ്രിഫിക്സ് ആണ്. FORE, ഫോർകാസ്റ്റ്, ഫോർസി എന്നുള്ളത് ഒരു പ്രിഫിക്സ് ആണ്. മുൻകൂട്ടി, പ്രീ എന്നാണ് അർത്ഥം. സോ ഓർത്ത് വെച്ചോ, പ്രീ നേരത്തെ, പ്രെഡിക്റ്റ് കണ്ടില്ല, സെയിം വേ. അതുപോലെ തന്നെ ഫോർസി, ഫോർകാസ്റ്റ് എന്ന് FORE ഓർത്ത് വെക്കുക. ഫോർഹെഡ് അല്ലെ, നെറ്റിക്ക് പറയില്ല, ഫോർഹെഡ് നമ്മൾ പറയില്ലേ. സോ ഫോർഹെഡ്, ഫോർസി, ഫോർകാസ്റ്റ് എന്നൊക്കെയാണ് എൻവിസാജിന്റെ മീനിങ്. അപ്പൊ FOR എന്നിട്ട് കൊടുക്കുക, ഈ വിട്ടുപോരുത്. പലപ്പോഴും എക്സാമിനും ഒക്കെ ഈ സ്പെല്ലിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ പ്രെഡിക്റ്റ് ചെയ്യുക, എൻവിഷൻ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. മുൻകൂട്ടി കാണുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്ട് ചെയ്യുക. ഓൾ റൈറ്റ്. I scuffle from the ground on hearing the horn of police jeep because we breached the curfew. Okay, his stance is an upcoming police officer. Okay, his attitude എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പക്ഷെ അവിടെ അങ്ങനെ വരില്ലല്ലോ. ഹിസ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവന്റെ ലിറ്ററലി അവന്റെ പോസ്റ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ന് കൊടുക്കാം അവന്റെ ആറ്റിറ്റ്യൂഡ്.
അല്ലെങ്കിൽ ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് ആസ് ഇഫ് ഹി ഈസ് എ പോലീസ് ഓഫീസർ, അങ്ങനെ കൊടുക്കുക. ആസ് ഇഫ് ഒരു പോലീസ് ഓഫീസർ ആണ് അവന്റെ വിചാരം എന്നൊക്കെ കൊടുക്കുക. ഓക്കെ, യെസ്. വി ഷുഡ് ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് സ്റ്റാൻഡ് ഓവർ ലൈഫ്. യെസ്. ഹി റൂഡ് ഫോർ സ്കട്ട്ലിംഗ് ക്ലാസ്സസ് ആസ് ഇറ്റ് അസ്വേറ്റ് ഹിസ് മാർക്സ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഒരുപാട് വാക്കുകൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ആൻഡ് ഒരുപാട് സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് മൂവിങ് ഓൺ ടു ടുഡേയ്സ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളോട്ട് പോകണം. ഇറ്റ്സ് ടൈം അല്ലേ? ഇറ്റ്സ് ടൈം വി ആർ മൂവിങ് ടു ടുഡേയ്സ് ആർട്ടിക്കിൾ. അപ്പോൾ പോകുമ്പോഴേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. ആൻഡ് വേർഡ്സ്, സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് കറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഒബ്വിയസ്ലി മനസ്സിലായെങ്കിൽ, ഷോ മി എ തംസ് അപ്പ്. ഒരു തംസ് അപ്പ് തന്നെ കോമെന്റ് സെക്ഷനിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇങ്ങനെ തന്നെ. ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, വിട്ടുപോയത് കേട്ടോ. each one of us should envisage for a bright future. Yeah, Ani. I made it clear അങ്ങനെ പറയരുത്. ബില I made my stance clear, അങ്ങനെ കൊടുക്കുക. I made my stance clear on Christmas vacation program എന്ന് പറയാം. അല്ലാതെ I made it clear my stance അങ്ങനെ കൊടുക്കരുത്, തെറ്റാ. Depends on the exam date. All right. All are busy envisaging the cutoff marks for off PSC exams. Okay, great. Good work. Let's see. അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് ആർട്ടിക്കിളോട്ട് കേട്ടോ. സോ breaking the ice. break the ice എന്താണെന്ന് അറിയാലോ? ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്ന് ബിക്കമിങ് ഫ്രണ്ട്ലി എന്നാണ്. ബ്രേക്ക് ദ ഐസ് ഒരു ഇഡിയമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിപ്പോൾ എടുത്ത് പറയാത്തത്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ബിക്കമിങ് ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം കേട്ടോ. ഫ്രണ്ട്ലി ആവും അല്ലേ? ആ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫ്രണ്ട്ലി ആവുന്ന ഒരു പരിചയപ്പെടൽ എന്നൊക്കെ പറയില്ലേ? സോ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിക്കമിങ് ഫ്രണ്ട്ലി. Reviving the US-India Trade Policy Forum is a chance to break vicious cycle in economic ties. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഇന്ത്യയുടെയും US-ന്റെയും ട്രേഡ് പോളിസി ഫോറം ഒന്നുകൂടെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുക, ഒന്നുകൂടെ പുനർജീവിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ. സോ യു ആർ മേക്കിംഗ് ഇറ്റ് അലൈവ് അഗൈൻ ആകുന്നത്. ഇറ്റ്സ് എ ചാൻസ് ടു ബ്രേക്ക് വിഷ്യസ് സൈക്കിൾ. അതായത് ഒരുപാട് കുറേ നാളായിട്ട് വിഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുറേ നാളായിട്ട് ഒരു പ്രശ്നത്തിൽ കിടക്കുവാണ്, ഇങ്ങനെ കുരുങ്ങി കിടക്കുവാണ്. ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. പിന്നെയും സൈക്ലിക് പ്രോസ, പിന്നെയും കുരുങ്ങി കിടന്ന പ്രശ്നങ്ങളോട് പ്രശ്നം. ദാറ്റ് ഈസ് വാട്ട് വിഷ്യസ് സൈക്കിൾ ഇസ്. ആ വിഷ്യസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക ഇൻ ഇക്കോണമിക് ടൈസ്. ഇക്കോണമിയിലെ ആണ് നമ്മൾ ബാധിക്കുന്നത് കേട്ടോ. സോ ഇക്കണോമിക് ടൈസിൽ ഈ സൈക്കിളിനെ, വിഷ്യസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനൊരു ചാൻസ് ആണ് ഇപ്പോൾ ഇന്ത്യ US ട്രേഡ് പോളിസി ഫോറം എന്നാണ് നമ്മുടെ ഓത്തർ പറയുന്നത്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഓൺ ഹെർ മെയ്ഡൻ വിസിറ്റ് ടു ഏഷ്യ, US ട്രേഡ് റെപ്രസെന്റേറ്റീവ് കാത്രിൻ തായ് held bilateral meetings with Commerce and Industry Minister Piyush Goyal and relaunched the US-India Trade Policy Forum, TPF. A lot has transpired in the Indo-US economic partnership in the 4 years since the TPF was last convened, from machinations towards a free trade agreement to the failure to even reach a mini trade deal towards the latter half of the Donald Trump administration. ഡൊണാൾഡ് ട്രംപിന്റെ സമയത്താണല്ലോ, ഡൊണാൾഡ് ട്രംപ് ഭരിച്ചിരുന്ന കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ. ഫ്യൂച്ചർ. ഓൾ റൈറ്റ്. യെസ്, ഗ്രേറ്റ്. ഓൾ റൈറ്റ്. അപ്പൊ നോക്കാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ആദ്യത്തെ വിസിറ്റ് ആണ് നമ്മുടെ US ട്രേഡ് റെപ്രസെന്റേറ്റീവായ കാത്രിൻ തായുടെ ആദ്യത്തെ വിസിറ്റ് ആണ് കേട്ടോ ഏഷ്യയിലോട്ടുള്ള. ആ വിസിറ്റിൽ സമയത്ത് ഹെൽഡ് ചെയ്തു ആ വിസിറ്റിന്റെ സമയത്ത് ബയലാട്രൽ മീറ്റിംഗ്സ് ഹെൽഡ് ചെയ്തു. ബയലാട്രൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞു, യൂണിലാട്രൽ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് അല്ലെങ്കിൽ രണ്ട് കൺട്രീസ്, രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിൽ, തമ്മിലുള്ള ചർച്ചകളൊക്കെ ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് ബയലാട്രൽ. രണ്ടിതാണെങ്കിൽ ബയലാട്രൽ. യൂണിലാറ്ററൽ എന്ന് ഒറ്റ ആരുമായിട്ട് ചർച്ചയൊന്നുമില്ല, ഞങ്ങൾ തന്നെ തീരുമാനിക്കും. ദാറ്റ് ഇസ് യൂണിലാറ്ററൽ. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രീസും എല്ലാ പാർട്ടീസും തമ്മിലുള്ള ഒരു 3ലധികം അല്ലെ, 3+. ദാറ്റ്സ് വാട്ട് മൾട്ടിലാറ്ററൽ. അപ്പോൾ ബൈലാറ്ററൽ മീറ്റിംഗ് ഇന്ത്യയും US തമ്മിലുള്ള മീറ്റിംഗിന്റെ സമയത്ത് ആരുമായിട്ടായിരുന്നു? പീയൂഷ് ഗോയാലുമായിട്ട്. അദ്ദേഹമാണ് നമ്മുടെ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ അല്ലേ. അതുകൊണ്ട് അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ റീലോഞ്ച് ചെയ്യാൻ പോവാണ്. US-India ട്രേഡ് പോളിസി ഫോറം റീലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ TPF നമ്മുടെ ആലോചിക്കാൻ, പീയൂഷ് ഗോയൽ നമ്മുടെ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് നമ്മുടെ US-ന്റെ ട്രേഡ് പോളിസി, അതായത് TPS ട്രേഡ് പോളിസി ഫോറം നമ്മൾ എന്ത് ചെയ്യാണ്? റീലോഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ US-ന്റെ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ആരാണ്? കാത്രിൻ തായ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ്, ആദ്യത്തെ പുള്ളിക്കാരിയുടെ വരവായിരുന്നു ഏഷ്യയിലോട്ടുള്ള. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? റീലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ഇന്ത്യയും US തമ്മിലുള്ള എക്കണോമിക് പാർട്ട്ണർഷിപ്പ് 4 വർഷം മുൻപ് ഉള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് കേട്ടോ.
ശരിക്കും പറഞ്ഞത് കൺവീൻ ചെയ്തത് കഴിഞ്ഞ 4 വർഷം മുമ്പാണ് ഒന്ന് കൺവീൻ ചെയ്തത്. കൺവീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടത്തിയത് അല്ലെ, ഹെൽഡ് ചെയ്തത്, അസംബിൾ ചെയ്തത്, വിളിച്ചത് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതിലോട്ട് വരിക, അതൊന്ന് പ്രാക്ടിക്കൽ ആകും. മെക്കനൈസേഷൻ വന്നാൽ പ്രാക്ടിക്കൽ ആകാനുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടായി. കാരണം ഒരു മിനി ട്രേഡ് ഡീല് പോലും നടത്താൻ സമ്മതിച്ചില്ല ലാറ്റർ ഹാഫിൽ. ആദ്യത്തെ ഹാഫ് ആരുള്ള സമയത്താ? ഈ 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി. അപ്പൊ ബൈഡൻ വന്നിട്ടില്ല അല്ലെ, ബൈഡൻ അപ്പൊ ഭരണത്തിലോട്ട് വന്നിട്ടില്ല, ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സമയത്താണ്. Okay, so let's see what it is. Instead of progress, there were setbacks, including raised import tariffs and withdrawal of benefits to Indian exporters under the US Generalized System of Preferences GSP, which triggered retaliatory trade barbs. The marquee American businesses Harley Davidson and Ford have left India has not had optics, even if their motivations may not have been solely linked to the difficult trade norms. With the Joe Biden administration shutting the door on new trade pacts and being called to restoring the GSP status, India must be ruining the hard stances that scuttled the chances of sealing a deal in the Trump era. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ട് ട്രംപിന്റെ കാലത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല. അത് നമുക്ക് വലിയ വിനയായിട്ട് വരാൻ പോവാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ സെറ്റ് ബാക്ക് ടു us. അത് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് വരാൻ പോവാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്, നോക്കാം. അത് നോക്കിയേ, യെസ്, ഇവിടെ നോക്കിക്കേ, നമ്മുടെ എന്താണ് ഇൻസ്റ്റഡ് ഓഫ് പ്രോഗ്രസ്സിന് പകരം, അതൊരു നല്ലൊരു പ്രോഗ്രസ്സിന് പകരം ഇവിടെ കാണിക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, തിരിച്ചടികളാണ് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഒരുപാട് താരിഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ടാക്സ് അല്ലെ, ടാക്സ് ലെവി ചെയ്തിട്ടുണ്ട്. സോ റേസ്ഡ് ടാരിഫ്സ് ഉണ്ട് ഒന്ന്. പിന്നെ ആൻഡ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടിന്റെ വിഡ്രോവൽ ബെനിഫിറ്റ്സ്, അതൊക്കെ ഉള്ള ഈ പ്രിഫറൻസുകളൊക്കെ US ഇവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡിസിപ്ലിനറി ട്രേഡ് ബാബ്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ട്രേഡിന്റെ പ്രോബ്ലങ്ങൾ മൊത്തത്തിൽ, ട്രേഡിന്റെ നമ്മുടെ ഇന്ത്യ US ട്രേഡിന്റെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ മാത്രമല്ല, US എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കമ്പനീസ് എടുത്തു. ഇപ്പോൾ IT ഹബ്ബ് ആണെങ്കിലും എന്തൊരു ഇതിന്റെ ബിസിനസ്സുകളും എടുത്തു. ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ, ഫോർഡ് പോലുള്ള ബാക്ക് ഡ്രോപ്പ് എന്നൊക്കെയാണ് അർത്ഥം, കനോപ്പി അല്ലെങ്കിൽ ബാക്ക് ഡ്രോപ്പ്, കേട്ടോ. അത്ര വലിയൊരു ബാക്ക് ഡ്രോപ്പ് ഉള്ള വലിയൊരു ഹ്യൂജ് ടെൻറ്റ് പോലുള്ളൊരു ബിസിനസ്സാണ് ഈ പറയുന്ന ഇവരെല്ലാം US ബിസിനസ്സുകൾ. ദാറ്റ് വി റിയലി നീഡഡ്, അത് നമുക്ക് ഒരുപാട് വേണം താനും. അപ്പോൾ അത് ഒരുപാട് നമ്മളെ ഇന്ത്യയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഹാസ് നോട്ട് ഹെൽപ്ഡ് എ ലോട്ട്. ഒരുപാട് ഹെൽപ്പ് ഒപ്റ്റിക്സ് ഒന്നും നമുക്ക് കിട്ടില്ല, അതിനുള്ള മാത്രമുള്ള ഒരു വിഷയം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഒരുപാട് ഡിഫിക്കൽട്ട് ട്രേഡ് നോംസ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, ഒരുപാട് ഇതുണ്ട് നമുക്ക്, എന്നാലും കുറച്ച് മോട്ടിവേഷൻസ് ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാൽ അത്ര കണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യപ്പെട്ടിട്ടൊന്നും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ ജോ ബൈഡൻ ഭരണത്തിലോട്ട് വന്ന സ്ഥിതിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ കീഴിൽ ഒരുപാട് നമ്മൾ ട്രേഡ് ഇതിനെ ഷട്ട് ചെയ്യുവാണ്. ദേ ആർ ഷട്ടിംഗ് ഡോർ, മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ. ഇനി ഒരു പാക്ട്, പുതിയൊരു ട്രേഡ് പാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സമ്മതിക്കുന്നില്ല. ന്യൂ ട്രേഡ് പാക്ടുകളൊന്നും വരാനുള്ള ഒരു ഇത് പുള്ളിക്കാരനൊരു താല്പര്യമില്ല. ബിക്കോസ് ഹീസ് ഷോയിങ് ഹിസ് ഡിസ്ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള കാര്യത്തിനോട് റീസ്റ്റോർ ചെയ്യുക, നമ്മുടെ GSP സ്റ്റേറ്റസ് റീസ്റ്റോർ ചെയ്യുന്നതിനോട് പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ന്യൂ ട്രേഡ് പാക്സ് ഇല്ല, റീസ്റ്റോർ ചെയ്യുന്നതിന് താല്പര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ഒരു ഹാർഡ് ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മളെ എന്നാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഇത് നേരത്തെ നമുക്ക് സീൽ ചെയ്താൽ മതിയായിരുന്നു, ഈ എഗ്രിമെന്റ് നേരത്തെ സീൽ ചെയ്താൽ മതിയായിരുന്നു ട്രംപിന്റെ എറയിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ബുദ്ധിമാന്മാരായാണ്. ബട്ട് അന്ന് നമുക്ക് സാധിച്ചില്ല. ദാറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് വൺ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലെറ്റ്സ് സീ. അടുത്ത്, മിസ് തായ്സ് വിസിറ്റ് ഓഫേഴ്സ് എ ഫ്രഷ് റീസെറ്റ് ചാൻസ്. അപ്പോൾ ഇതൊരു ഫ്രഷ് ചാൻസ് ആയിട്ടാണ് നമ്മൾ മിസ് തായുടെ വിസിറ്റ് നമ്മളെ കാണിക്കുന്നത്. GSP restoration, she has said, could be considered while nudging India to set targets for tariff reductions and easing market access across sectors. The TPF statement also outlines the sectors and goods and services that need quick attention. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു ഇത്രേ ഉള്ളൂ. എന്നാൽ പോലും കാതറിൻ തായുടെ വിസിറ്റ് ശരിക്കും നമുക്കൊരു ഫ്രഷ് റീസെറ്റിന് വേണ്ടി ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാനൊരു ചാൻസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരി പറഞ്ഞു GSP റിസ്റ്റോറേഷൻ ആയിക്കോട്ടെ, അത് നമ്മൾ കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യ ഒരു ചെറിയൊരു പുഷ് കൊടുക്കുന്നുണ്ട്, താരിഫ് ഒന്ന് റിഡക്ട് ചെയ്ത്. കാരണം നമ്മുടെ ടാക്സ് ഇച്ചിരി കുറച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്ത്യൻ ടാക്സുകൾ ഒന്ന് കുറച്ച് കൊടുക്കണം. അതുകൊണ്ട് മാർക്കറ്റ് ആക്സസ് ഇത്തിലൂടെ ഒന്ന് ഈസി ആക്കുക, എല്ലാ സെക്ടേഴ്സിലൂടെ മാർക്കറ്റ് ആക്സസ് ഇച്ചിരി ഈസി ആക്കുക എന്നുള്ളൊരു കാര്യം തായ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സെക്ടറിലെയും ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ സെക്ടറിലും കുറച്ചുകൂടെ അറ്റൻഷൻ്റെ ആവശ്യം നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പെട്ടെന്ന് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ,
സെനിത്ത് എന്ന് മാർക്വിക്ക് സെനിത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ബ്രേക്ക് ആയോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നെറ്റിന് വല്ല പ്രശ്നമുണ്ടോ? ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്ന് കാണുമായിരിക്കും. ഓക്കെ, ഒന്ന് പറയണേ, എന്തെങ്കിലും പ്രോബ്ലം വന്നായിരുന്നോ? ഓക്കെ, നോക്കാം നമുക്ക്. ബാർബ് എന്ന് വീഡിയോ ബ്രേക്ക് ആകുന്നുണ്ടോ വീഡിയോ? ഇപ്പോൾ ഓക്കെ ആണോ? പറയണേ. എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയെങ്കിൽ ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടേ. എബിലല്ലേ ചോദിച്ചത്? യെസ്, ബാർബ് എന്ന് പറഞ്ഞത്. അതിൽ എവിടെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത്? ബാർബ് എന്ന വാക്കിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, സ്പൈക്ക്, ഒരു പോയിന്റ് എന്നുള്ള അർത്ഥമാണ്. പ്രൊജക്ഷൻ, പോയിന്റ് എന്നൊക്കെയാണ് ബാർബ് എന്ന വാക്കിന്റെ അർത്ഥം. ട്രേഡ് ബാർബ് എന്ന ട്രേഡ് പ്രൊജക്ഷൻ, ട്രേഡിന്റെ റിറ്റാലിറ്ററി ട്രേഡ് ബാർബ്സ് എന്ന ട്രേഡ് പ്രൊജക്ഷൻ, സ്പൈക്ക് എന്നൊക്കെ പറയും. അതാണ് അർത്ഥം കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത് പറഞ്ഞ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന അടുത്തതിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ്, ഓൾ റൈറ്റ്, നെക്സ്റ്റ് ഇതിലോട്ട് പോകാവേ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുക നോക്കാം. വാട്ട് എവർ മിസ്ഗിവിംഗ്സ് മേ ഹാവ് എക്സിസ്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, മിസ് Tai's visit that follows trips by key US secretaries indicates US interest in engaging with India in significant spheres. That it looks at India as a key partner in rebuilding critical supply chains in a post-pandemic. പറയാം. ഓൾ റൈറ്റ്, ഓക്കെ, യെസ്, നോക്കേ. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു മേ ബി കാര്യങ്ങൾ നടക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുവാണ്. ബൈഡന്റെ കാര്യം ആയതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും നമ്മളെ ഇന്ത്യയിലോട്ട് ഒരു അവിടുത്തെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് വരിക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് സ്കോപ്പ്, വലിയൊരു സ്കോപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബിഗിനിങ്ങിലുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. വലിയ പ്രോബ്ലം ഒന്നുമില്ല. കാരണം എന്താ, നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് സൈൻ ആണ് കിട്ടിയേക്കുന്നത് തായുടെ വിസിറ്റ്. കാരണം എന്താ വെച്ചാൽ ഈ ട്രിപ്സ് കഴിഞ്ഞിട്ട് US സെക്രട്ടറീസിന്റെ വിസിറ്റ് വീണ്ടും വരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുമായിട്ട് അവർക്കൊരു എൻഗേജ്മെന്റിന് താല്പര്യമുണ്ട്. ദേ ഹാവ് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ്, US ഇൻട്രസ്റ്റ് കാണിക്കുകയാണ് ഇവിടെ കാണിക്കുന്നത്. കാര്യം വെച്ചാൽ അവരൊരു ഈ പറയുന്ന സപ്ലൈ ചെയിൻസിൽ, നമ്മുടെ ഇന്ത്യയുടെ സപ്ലൈ ചെയിൻസിൽ അവർക്ക് ഒന്ന് പാർട്ട്ണർഷിപ്പ് റീബിൽഡ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു വരവ് കൊണ്ട്, ഈ ഒരു വിസിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ്, ഇറ്റ്സ് എ റേ ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ റേ ഓഫ് ഹോപ്പ്. ഓക്കെ, അവിടെ റേ ഓഫ് ഹോപ്പ് നമുക്കുണ്ട്, ഒരു പ്രതീക്ഷയുടെ ഒരു ഇത് ഉണ്ട് നമുക്കെന്ന് പറയുന്നു. ആൻഡ് അതിന് വേറൊരു കാര്യം ഉണ്ട്. വാട്ട് ഇറ്റ് ഇസ് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് അങ്ങനെ വരുന്നത്? ഇൻ ദ പോസ്റ്റ് പാൻഡമിക് വേൾഡ്, seeking to cut its dependence on China is clear from its desire for integration in areas such as health, medical devices, and pharma. India's pharma exports account for 40% of the US generic drug supply, and Ms. Thai has assuaged its concern about delays in US regulatory inspections of pharma units. Her plain speaking that Indo-US trade never really lives up to its potential and references to India's unpredictable regulatory shifts, tariff and non-tariff barriers as her priorities, suggests these talks have begun from a place more grounded in realism. This should serve as a wake-up call എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ തായ് വന്ന് കഴിഞ്ഞ ദിവസം ആ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി ഈ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷമുള്ള ഈ എറയിൽ ചൈനയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാനാണ് മൊത്തത്തിലുള്ള വേൾഡ് കൺട്രീസ് എല്ലാം താല്പര്യപ്പെടുന്നത്. അത് നമുക്ക് വലിയ ഗുണമാണ്. കാരണം ചൈനയുമായിട്ടുള്ള ഇത് കുറയ്ക്കുമ്പോൾ കൂടുതലും ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നു. സോ ദാറ്റ് മീൻസ് ദേ ആർ ഇൻറ്റിഗ്രേറ്റിംഗ് വിത്ത് ഇന്ത്യ ഇൻ ഏരിയാസ് ലൈക്ക് ഹെൽത്ത്, മെഡിക്കൽ സർവീസ്, ഫാർമ. അപ്പം ഹെൽത്തിൻ്റെ സെക്ടറിൽ നമുക്കിപ്പോൾ നല്ലൊരു സ്കോപ്പുള്ള ഏരിയ ആണ്. അപ്പോൾ ഹെൽത്ത്, മെഡിക്കൽ ഡിവൈസസ്, ഫാർമയുടെ ഏരിയയിൽ ബിക്കോസ് നമ്മുടെ വാക്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല, പുറത്തോട്ടൊക്കെ കൊടുക്കുന്നില്ല. സോ വി ഹാവ് എ സ്കോപ്പ്. അപ്പോൾ ഫാർമയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 40% US ജനറിക് ഡ്രഗ് സപ്ലൈ നമ്മുടെ ഒരു ഭാഗത്ത് ഇന്ത്യയിൽ നിന്നുണ്ട്. കൂടാതെ മിസ്റ്റായി പറയുന്ന കാര്യത്തിലുള്ളൂ, കുറച്ച് റെഗുലേറ്ററി ഇൻസ്പെക്ഷൻസിന്റെ ആവശ്യമുണ്ട് ഫാർമ യൂണിറ്റിൽ. അതിന്റെ കുറച്ച് കൺസേൺസ് പുള്ളിക്കാരി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാത്തിലും ഒരു കുറച്ച് ബാക്കോട്ട്. അപ്പോൾ ഇന്ത്യ കുറച്ച് കാര്യത്തിൽ വേക്കപ്പ് കോൾ കാണിക്കണമെന്നാണ് പറയുന്നത്. എന്തിലൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞു വിട്ട് ഇതാണ്, നമ്മുടെ ട്രേഡ് എക്സ്പെക്ടേഷൻ അത്ര അനുസരിച്ച് വരുന്നില്ല, വോട്ട് ദേ എക്സ്പെക്ട് അനുസരിച്ച് വരുന്നില്ല. നമുക്ക് കുറച്ച് പോരായ്മകളുണ്ട്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ അൺപ്രഡിക്റ്റബിൾ റെഗുലേറ്ററി ഷിഫ്റ്റ് ആണ്. പെട്ടെന്നാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ വരുന്നത്. ഒന്ന് റെഗുലേറ്ററി ഷിഫ്റ്റുകൾ, തീരുമാനങ്ങൾ നമ്മുടെ
എന്തെങ്കിലും ഒരു നിയമ നടപടികളുടെ ഒരു കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ആൻഡ് ആർ ടാക്സിന്റെ കാര്യം, ടാക്സും നോൺ ടാക്സ് ബാരിയേഴ്സിനെ പറ്റി ഉള്ള കാര്യങ്ങളെ പറ്റി അതൊക്കെയാണ് പുള്ളിക്കാർ കൊടുത്തേക്കുന്ന കുറച്ച് പ്രയോറിറ്റീസ് ആയിട്ട് കൊടുത്തേക്കുന്ന കാര്യം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പെട്ടെന്ന് അവരെടുത്തൊരു തീരുമാനമല്ല. ഇറ്റ് ഹാസ് ബിഗൺ ഫ്രം മോർ ഗ്രൗണ്ടഡ് ഇൻ റിയലിസം. അത് കൂടുതലായിട്ട് അവർ ചിന്തിച്ച് വിശകലനം ചെയ്ത് അവർ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് എന്നാണ് നമ്മുടെ ഓതർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് ഗ്രൗണ്ടഡ് ഇൻ റിയലിസം, റിയലിസത്തിൽ റൂട്ടഡ് ആണ്. ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞാൽ റൂട്ടഡ് ആണ് അല്ലേ, റിയലിസത്തിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഓതർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വേക്കപ്പ് കോൾ ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, വേക്കപ്പ് കോൾ ആയിട്ട് എടുക്കണം എന്നാണ് ഓതർ പറയുന്നത്. ഫോർ ദ ഗവൺമെന്റ് അബൌട്ട് ഇറ്റ് സ്ട്രേറ്റ് പോസ്ചർ, അപ്പോൾ എന്തിനെ പറ്റിയാ, അബൌട്ട് ഇറ്റ് സ്ട്രേറ്റ് പോസ്ചർ ആൻഡ് സ്പർ എ more open approach towards a market that will remain the most critical irrespective of the trade deals it is seeking with other nations. While America's stance on India's proposal on IPR waivers for its COVID-19 vaccine and medicines will be vast at the upcoming WTO ministerial, India must seize this fresh initiative with the US to cement its place in the new supply chains being envisaged. For starters, it must proactively steer away from protectionism that is leading the globalized world adrift. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ കുറച്ചുകൂടെ ഓപ്പൺ ആവണം അല്ലേ. എപ്പോഴും ഇന്ത്യ ഇങ്ങനെ പൂട്ടിക്കെട്ടി മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കരുത്, കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, കൗണ്ടർ ചൈനാസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി. യെസ് അത് തന്നെയാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. ഹായ് മഞ്ജുഷ, ഹായ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്താ നോക്കിയേ. ഇവിടെ പറഞ്ഞു വരുന്നത് ഓതർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. നമ്മളോട് കുറച്ചൊരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ പറയാണ് ഇന്ത്യയുടെ ട്രേഡ് പോസ്റ്റർ കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഒന്ന് വേക്കപ്പ് കോൾ ഇതൊക്കെ മാത്രമല്ല, കുറച്ചൊരു ഓപ്പൺ അപ്രോച്ച് കൊണ്ടുവരണം, മാർക്കറ്റിനോട് കുറച്ചൊരു ഓപ്പൺ അപ്രോച്ച് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് അതർ നേഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ട്രേഡ് ഡീൽസ് സീക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓതർ പറയുന്നത്. പിന്നെ മാത്രമല്ല, അമേരിക്കയുടെ ഈ ഒരു സ്റ്റാൻഡ്, അമേരിക്കയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇന്ത്യയുടെ പ്രപ്പോസലുമായിട്ടുള്ള അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് വേവർ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്, വേവർ ചെയ്യാന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡ്-19 വാക്സിൻ്റെ കാര്യം എടുത്തു, അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസിൻ്റെ കാര്യം എടുത്തു. അതൊക്കെ WTO മൊത്തം WTO മിനിസ്റ്ററിലോട്ട് പോകുമ്പോൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതിലോട്ട് പോകുമ്പോഴേക്കും അതുപോലെ തന്നെ നോക്കുക, നമ്മുടെ ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, യു ഹാവ് ടു സീസ് ഇറ്റ്. സീസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അർത്ഥം അറിയാലോ, സീസ് ദ ഓപ്പർച്യൂണിറ്റി, ടേക്ക് ഹോൾഡ് ഓഫ്, ക്യാപ്ചർ, ടേക്ക് ഹോൾഡ് ഓഫ്, കൈ എത്തിപ്പിടിക്കുക, ക്യാപ്ചർ, ക്യാപ്ചർ ഇറ്റ് എന്നാണ്. സീസും മറന്നു പോരുത്. ഈ സീസും സ്റ്റോപ്പ്. ഈ സീസിന്റെ അർത്ഥം എൻഡ് ഓർ സ്റ്റോപ്പ്. ഓക്കെ, ഓർത്തു വെക്കുക. ഈ സീസിന്റെ അർത്ഥം ടേക്ക് ഹോൾഡ് ഓഫ് ആണ്, അപ്പല്ലേ, ടേക്ക് ഹോൾഡ് ഓഫ്. ഓക്കെ, എടുക്കുക. ആൻഡ് മാത്രമല്ല എന്ത് ചെയ്യണം, സിമെന്റ് ഇറ്റ്സ് പ്ലേസ്, കുറച്ചുകൂടെ സിമെന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക, മേക്ക് ഇറ്റ് സ്ട്രോങ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഫോർട്ടിഫൈ ചെയ്യുക എന്ന് പറയില്ല, കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രോങ് ആക്കുക എന്നാണ്. സിമെന്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയല്ല, ഫിക്സ് ചെയ്യുക എന്നല്ല അർത്ഥം. സ്ട്രോങ് ആക്കുക, ബി സ്ട്രോങ്, അല്ലെങ്കിൽ ഫിക്സ് സംതിങ് എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ കുറച്ചുകൂടെ ഇത് ചെയ്യുക, സിമെന്റ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സപ്ലൈ ചെയിൻസ് ഒക്കെ കൂടെ നമ്മളൊന്ന് സ്ട്രോങ് ചെയ്യുക ഒന്നുകൂടെ. കാരണം നമ്മൾ വിഷൻ ചെയ്ത പോലെ, നമുക്ക് എൻവിഷൻ ചെയ്ത പോലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അതാക്കുക. ആസ് എ സ്റ്റാർട്ടർ, നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊആക്റ്റീവ് ആവുക, കുറച്ചുകൂടി എന്താ വരാൻ പോകുന്നുള്ള മുൻകൂട്ടി കാണുക. ദാറ്റ് ഇസ് വാട്ട് പ്രൊആക്റ്റിവിസം മീൻസ്. പ്രൊആക്റ്റീവ് ആക്കുക ആൻഡ് അവോയ്ഡ് ഓൾ ദ പ്രൊട്ടക്ഷനിസം. ഈ പ്രൊട്ടക്ഷനിസത്തിൽ നിന്ന് കുറച്ചുകൂടി അവോയ്ഡ് ചെയ്ത് വെക്കുക. ആൻഡ് ഇല്ലെങ്കിൽ ഈ ഗ്ലോബലൈസ്ഡ് വേൾഡ് അഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിങ് അറിയാലോ, ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൽ നിന്ന് ചാടി വിട്ട് കളയരുത്. യു ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ ആൻഡ് ലുക്ക് ഇറ്റ് അറ്റ് ആസ് എ വേക്കപ്പ് കോൾ ആയിട്ട് കാണുക. ട്രേഡ് പോസ്റ്റ് കുറച്ച് സെറ്റാക്കുക, മാർക്കറ്റോട് ഓപ്പൺ ആക്കുക. ട്രേഡ് ഡീൽസിൽ ആയിട്ട് എന്താ പറയുക, നമ്മൾ ഒരുപാട് ക്രിട്ടിക്കലാക്കി നിൽക്കാതെ യു ഹാവ് ടു ബി ഓപ്പൺ ടു ദിസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ വേവറൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ് ഷ്യൂർ അത് കറക്റ്റാണ്. ഡിപ്ലോമസി ചൈന കറക്റ്റാണ്, ഡിപ്ലോമാറ്റിക് ആണ് ചൈന വളരെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ചാൻസ് ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, എന്നാലും നമുക്ക് റെഡി ആവുള്ളൂ. US ആൻഡ് ചൈന ഉറപ്പായിട്ട്. അപ്പോൾ US-നും ചൈനയുടെ മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ കൺട്രീസ് ആണ്, നേഷൻസ് ആണ്. സോ യു ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ അബൌട്ട് ദം. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചാൻസ് നമ്മൾ ഇതാക്കാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സീസൊക്കെ നമ്മൾ എന്നും ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന വാക്കായതുകൊണ്ടാണ് സ്റ്റിയർവേ നമ്മളിപ്പോൾ പറഞ്ഞ വാക്കാണ്. വേറെ ഏതൊരു വാക്കിന് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വാക്കിൽ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എൻവിസേജ് പറഞ്ഞു, സ്റ്റാൻസ് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് വന്ന് എല്ലാവരും.
മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് വരണേ. വെയ്വർ എന്ന് പറഞ്ഞ വാക്കിന് അറിയത്തില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് സറണ്ടർ. ഓക്കെ, സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. റിനൗൺസിയേഷൻ, സറണ്ടർ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഓൾറൈറ്റ്, എന്നാൽ നമുക്ക് നേരെ പോകാം ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യനിലോട്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇന്നലത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ പാർട്ടീസ് ചാലഞ്ച് ഈസ് ഇൻ കൺവേർട്ടിംഗ് ദ ഇംപേഷ്യൻസ് ഓഫ് ഇറ്റ്സ് യങ് ലീഡേഴ്സ് ഇൻ ടു energy and combining it to the political shrewdness of its veterans to create a productive compact. Okay. സ്റ്റാൻഡ് കറക്റ്റ് ആണ് സിജി. യെസ്, പറഞ്ഞു. ഇതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? ദ പാർട്ടീസ് ചലഞ്ച്, സോറി മീനിങ് അല്ല, എറർ ഏതാന്ന് പറഞ്ഞേ? ദ പാർട്ടീസ് ചലഞ്ച് ഈസ് ഇൻ കൺവേർട്ടിംഗ് ദ ഇംപേഷ്യൻസ് ഓഫ് ഇറ്റ്സ് യങ് ലീഡേഴ്സ് ഇൻ ടു എനർജി ആൻഡ് കമ്പൈനിങ് ഇറ്റ് ടു ദി പൊളിറ്റിക്കൽ ഷ്രൂഡ്നെസ് ഓഫ് ഇറ്റ്സ് വെറ്ററൻസ് ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റീവ് കോമ്പാക്ട്. എന്താണ് ഇവിടുത്തെ? എന്താണ്? പറയൂ, എറർ പറയൂ. കുറച്ച് പേര് തന്നായിരുന്നു ആൻസർ, ഇപ്പൊ നിങ്ങളൊന്ന് പറയാം. പ്രോ ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ പ്രശ്നം വരുന്നതിന് മുൻപേ മുൻകൂട്ടി കാണുന്ന ഒരു പ്രോ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ അതാണ്. കുറച്ചുകൂടെ നമ്മൾ എന്താ മുന്നിട്ട് ഇറങ്ങി ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് പ്രോ ആക്റ്റീവ് മീൻസ്. ഓക്കെ, ഇനി ആൻസർ പറയാമോ? എവിടെയാണെന്ന് നോക്കിയേ. പാർട്ടിയുടെ ചലഞ്ച് ഈസ് ഇൻ കൺവേർട്ടിങ്, കൺവേർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ ചലഞ്ച്, അതാണ്. And the impatience of its young leaders into energy, അവിടെ വരെ കുഴപ്പമില്ല. And combining it with ആണോ ടു ആണോ? കമ്പൈനിങ് ഇറ്റ് ടു അല്ല, ഇറ്റ് വിത്ത് ആണ്. ഓർത്ത് വെച്ചോണം, ഒരിക്കലും തെറ്റിക്കരുത്. ഇറ്റ് കമ്പൈൻ വിത്ത് അല്ലേ? ഓക്കെ, കമ്പൈൻ ഡാഷ് വിത്ത്, കമ്പൈൻ ഇറ്റ് വിത്ത്. കമ്പൈൻ രണ്ട് കാര്യത്തെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നും, കമ്പൈൻ ഇറ്റ്, കമ്പൈനിങ് ഇറ്റ് വിത്ത് ദ പൊളിറ്റിക്കൽ ട്രൂഡ്നെസ്. രണ്ട് കാര്യത്തെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. കണ്ടോ, ഇറ്റിനെയും പൊളിറ്റിക്കൽ ഷൂഡ്നെസ്സിനെയും കൂടെ നമ്മൾ കേട്ടോ, ഈ ചലഞ്ച് ഇംപേഷ്യൻസിനെയും പൊളിറ്റിക്കൽ ഷൂഡ്നെസ്സിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നതിന് നമുക്കിത് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്മൾ പറയേണ്ടത് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ അല്ലെ, O2 and H2 is സോറി ഈസ് അല്ല, ആർ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ആർ കമ്പൈൻഡ് to form H2O അല്ലെ. ഇത് രണ്ടും കമ്പൈൻഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, അങ്ങനെ പറയാം. അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുവാണ് എന്താണ്, ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കുമ്പോൾ കമ്പൈൻഡ് കൂടെ നമ്മൾ വിത്ത് ആണ് ഉപയോഗിക്കുന്നത്. ഓർത്ത് വെച്ചോണത് കേട്ടോ, കമ്പൈനിങ് വിത്ത് ആണ്. ഓൾ റൈറ്റ്. സ്റ്റിയർ അവേ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാന്നാണ് കേട്ടോ സ്നേഹ. സ്റ്റിയർ അവേ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സംതിങ് അൺപ്ലസന്റ്. അതെ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. വൈൽ ദ ഡീൽ പോയിന്റ്സ് ടു ദ ലിമിറ്റ്സ് ഓഫ് ദ മിലിറ്ററി, it does not necessarily mean the transition will be smooth. While the deal points to the limits of the military, it does not necessarily mean that the transition will be smooth. അപ്പോൾ ഒന്ന് എല്ലാവരും ഈ സെന്റൻസ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ആൻസർ നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ തരാം. സോ താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്, ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്. എല്ലാവർക്കും താങ്ക് യു. ലൈവിൽ വന്ന എല്ലാവർക്കും, റെക്കോർഡ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു. മറക്കണം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കേരള PSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് ജോയിൻ ചെയ്യുക. നമുക്കപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും, എപ്പോഴെപ്പോഴേ ക്ലാസ് ഉള്ളതെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ കോമെന്റ്സ്, ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇടുക. ഓക്കെ, ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ആപ്പിന്റെ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ അഡാ 24/7 ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഇല്ല കേട്ടോ, പ്ലേ സ്റ്റോറിലുള്ളൂ. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി അല്ലാത്തവർക്ക് വെബ്സൈറ്റിലൂടെയും കയറാം, ada247.com. അപ്പോൾ നമ്മുടെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആപ്പിലൂടെ ഫ്രീ ആയിട്ടുള്ള വീക്ക്ലി കറണ്ട് അഫയർ സെഷൻസ് കിട്ടും. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ആൻഡ് ഫ്രീ ക്വിസസ് ഉണ്ട്. അറ്റംപ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ഇറ്റ് റെഗുലർലി ആൻഡ് ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. So stay connected and keep supporting. Stay safe and healthy and enjoy your day.